വിളയാട്ടം. വെഴുവേലി ബാബുജി. കനത്ത ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ടാങ്കർ ലോറിയുടെ ഹെഡ്ലൈറ്റുകളിൽ നിന്നുതിർന്ന വെളിച്ചം ഒരു ഗുഹാമാർഗം സൃഷ്ടിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. വളഞ്ഞു പൊളഞ്ഞതും വളരെയധികം ദുർഘടം നിറഞ്ഞതുമായിരുന്നു റോഡ്. നഗരവും ഗ്രാമവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെറിയ പാതയാണിത്. ലോറിക്കുള്ളിൽ ഡ്രൈവറും ക്ലീനറും മാത്രമേയുള്ളൂ. ക്ലീനർ ചാരിയിരുന്നുറങ്ങുന്നു. ഡ്രൈവർ ഏതാണ്ട് 50 വയസ്സിനോടടുത്ത ആളാണ്. പ്രായം ശരീരത്തെയും ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. രാത്രി 2 മണി കഴിഞ്ഞു. നേരിയ തോതിൽ മഴ ചാറുവാൻ തുടങ്ങി. ഉദ്ദേശം 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ലോറി ഒരു ചെറിയ കവലയിലെത്തി. പീഡികത്തിണകളിൽ രാത്രിയുടെ സന്തതികൾ കിടന്നുറങ്ങുന്നു. ലോറി നിർത്തിയിട്ട് ഡ്രൈവർ ഒരു ബീഡി കത്തിച്ചു. ക്ലീനർ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ബീഡി വേണോ? ഡ്രൈവർ ചോദിച്ചു. ആ. ആലിച്ച തളർച്ചയിൽ നിന്നും വിമുക്തയാകുന്നതിന് മുമ്പ് അയാൾ മൂളി. പിന്നെ ഡ്രൈവറുടെ കയ്യിൽ നിന്നും ഒരു ബീഡി വാങ്ങി ചുണ്ടിൽ വെച്ചു. ലോറി വീണ്ടും നീങ്ങി. രാത്രി കഴിയുന്നതിന് മുമ്പ് നമുക്ക് മടങ്ങിപ്പോരുവാൻ കഴിയുമോ ബാലു? ഡ്രൈവർ തിരിഞ്ഞ് ക്ലീനറെ നോക്കി. ഇന്നിനി സംശയം തന്നെ. നേരത്തെ പോയ മറ്റു ടാങ്കറുകളും അവിടെ കാണും. അത് തീരാതെ ഇനിയിപ്പോൾ ഇതിൽ തൊടില്ല. ഇന്ന് ഏതവനെയാണോ ശകുനം കണ്ടത്? ആദ്യം എഞ്ചിന് തകരാറ്, പിന്നെ ടയർ പഞ്ചറായി. എന്ത് ചെയ്യാം? ഇനി നാളെ രാത്രിയല്ലേ മടങ്ങിപ്പോക്ക് നടക്കൂ? ആ, വരുന്ന പോലെ തന്നെ. നാളത്തെ മട്ടാഞ്ചേരിക്കുള്ള ഓട്ടം മുടങ്ങും. പിന്നീട് ഇരുവരും ഒന്നും സംസാരിച്ചില്ല. ബീഡിക്കുറ്റി വലിച്ചെറിഞ്ഞിട്ട് ക്ലീനർ വീണ്ടും ഉറക്കം തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ലോറി ഒരു വലിയ വീടിന് മുന്നിലെത്തി. ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഒരു കൂർഖ കാവലുണ്ട്. അകത്തേക്ക് പോയിക്കൊള്ളുവാൻ അയാൾ ആംഗ്യം കാട്ടി. ആറ്റുമണൽ വിരിച്ച വിശാലമായ മുറ്റത്തുകൂടി ലോറി വീടിന് പിന്നിലെത്തി. അവിടെ മറ്റൊരു കെട്ടിടമുണ്ടായിരുന്നു. മുകളിൽ ആസ്പെറ്റോസ് നിരത്തിയ വിശാലമായ സ്റ്റോർ. ലോറി അതിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റിയ ഉടനെ പിന്നിൽ ഷട്ടർ താഴ്ത്തപ്പെട്ടു. മറ്റു 2 ടാങ്കറുകൾ കൂടി അതിലുണ്ടായിരുന്നു. അവയിൽ നിന്ന് സ്പിരിറ്റ് ഊറ്റിയെടുക്കുകയായിരുന്നു. നിങ്ങൾക്ക് നാളെയേ പോകാനാവൂ, ലോറിക്കടുത്തേക്ക് വന്ന തടിച്ചു കുള്ളനായ മനുഷ്യൻ പറഞ്ഞു. വഴിക്ക് വെച്ച് ലോറിയിലേക്ക് ചില കേടുപാടുകളുണ്ടായി, ഡ്രൈവർ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി. എക്സൈസ് വകുപ്പ് മന്ത്രി മിസ്റ്റർ രാമനാഥിൻ്റെ അളിയൻ, അബ്കാരി കോൺട്രാക്ടർ മിസ്റ്റർ ശ്രീനാഥ് മുതലാളിയുടേതാണ് ഈ സ്റ്റോർ. മാസത്തിൽ 1ഉം 2ഉം തവണ വ്യാജ സ്പിരിറ്റ് നിറച്ച ടാങ്കറുകൾ ഇവിടെ എത്താറുണ്ട്. എല്ലാം പരമരഹസ്യം. വ്യാജ സ്പിരിറ്റ് കൊണ്ട് വൻതോതിൽ ചാരായം ഉണ്ടാക്കുകയാണ് ശ്രീനാഥ്. അളിയൻ മന്ത്രിയാണല്ലോ. ആദ്യം വന്ന 2 ടാങ്കറുകളും രാത്രിയിൽ തന്നെ തിരിച്ചയച്ചു. അവസാനം വന്നതിലെ ഡ്രൈവറും ക്ലീനറും അവർക്കായി ലഭിച്ച മുറിയിൽ പോയി സ്വസ്ഥമായി ഉറങ്ങി. കുടിയേറ്റക്കാരുടെ കോളനി. വനത്തോട് ചേർന്ന് തന്നെയാണത്. ഏതാണ്ട് 100ഓളം കൊച്ചു കൊച്ചു കുടിലുകൾ, പുല്ലുമേഞ്ഞവ. അവിടെ അവർ പാർക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. വനം വെട്ടിത്തെളിച്ച് എല്ലുമുറിയെ പണിയെടുത്ത് രക്തം വിയർപ്പാക്കി അവർ കൃഷി ചെയ്തു. വീടുകളെല്ലാം ഒരു ഭാഗത്തും കൃഷി മറ്റൊരു ഭാഗത്തും. ഓരോരുത്തർക്കും പ്രത്യേകമായി ഭൂമി തരം തിരിച്ചിട്ടുണ്ട്. പുതുമണ്ണിൽ വിത്തുകൾ തളച്ചു വളർന്നു. വർഷങ്ങൾ കഴിയുന്തോറും കൃഷി കൂടുതൽ മെച്ചപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഫലമെടുക്കാറായിട്ടുണ്ട്. അധികം വളർന്നിട്ടില്ലെങ്കിലും കുരുമുളക് കൊടികളിൽ നിറയെ മുളകാണ്. അതുപോലെ തഴച്ചു വളരുന്ന തെങ്ങും കവുങ്ങും പ്ലാവും എല്ലാം. ഓരോ കുടുംബത്തിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒക്കെ ഓരോരുത്തരുടെയും ഭൂമിയിലുണ്ട്. 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലം വീതമുണ്ട് ഓരോരുത്തർക്കും. ഇങ്ങനെ വനം വെട്ടിത്തെളിച്ച് കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിന് വളരെയധികം പ്രോത്സാഹനം നൽകുന്നത് മിസ്റ്റർ ശ്രീനാഥാണ്. പക്ഷേ ഒരു കാര്യം മാത്രം, അടിമകളെപ്പോലെ പണിയെടുത്ത് ജീവിതം നയിക്കുന്ന അധ്വാനശീലരായ കുടിയേറ്റക്കാരെ ശ്രീനാഥ് മുതലാളി തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഓരോ സ്ഥലത്തു നിന്നും പുറത്താക്കുന്നു. അതിന് അവർ തയ്യാറായേ മതിയാവൂ. പിന്നീട് മറ്റൊരു ഭാഗം കാട് തെളിച്ചു കൊള്ളണം. ഫോറസ്റ്റുകാർ അറിഞ്ഞ ഭാവം നടിക്കാറില്ല. നേരത്തെ മുതലേ സംഭവിക്കുന്നത് ഇതാണ്. കുടിയേറ്റക്കാരിൽ നിന്ന് തട്ടിയെടുത്ത വനഭൂമി മുതലാളി ആർക്കെങ്കിലും നല്ല വിലയ്ക്ക് നൽകും. ആധാരങ്ങളൊക്കെ അയാൾ ശരിയാക്കിക്കൊള്ളും. ഒരിക്കൽ പോലും കുടിയേറ്റക്കാർ മുതലാളിയെ എതിർത്തിട്ടില്ല. അഥവാ ഒന്ന് തിരിഞ്ഞു നിന്നവരെ പിന്നീട് ആരും കണ്ടിട്ടുമില്ല. ഏതു രാഷ്ട്രീയക്കാർ ഭരിച്ചാലും മുതലാളിക്ക് അനുകൂലമായേ അവർ നീങ്ങൂ. ആദ്യകാലത്തൊക്കെ കുടിയേറ്റക്കാരിൽ ആർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു. കുടിയേറ്റ യുവാക്കളും യുവതികളുമൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുന്നു. ഈ നാടിനെക്കുറിച്ചും ഇവിടുത്തെ വ്യവസ്ഥിതികളെക്കുറിച്ചുമൊക്കെ അവരും ഒരു പരിധിവരെ ബോധമുള്ളവരായിരിക്കുന്നു. ഈ കുടിയേറ്റക്കാരുടെ വോട്ട് കൊണ്ടാണ് മിസ്റ്റർ രാമാനന്ദന് ഭൂരിപക്ഷം ഉണ്ടായത്. 300-ൽ പരം വോട്ടുള്ള കുടിയേറ്റക്കാർ ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ രാമനാഥൻ തോറ്റുപോയേനെ. 92 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. 5:30യോടുകൂടി ഗ്രാമാതിർത്തിയിലെത്തുന്ന ബസ്, അതിലാണ് കോളേജിൽ പോകുന്നവർ വരാറുള്ളത്. പതിവ് പോലെ ബസ് വന്നു. അതിൽ നിന്നും ദേവനും വിജയനും ശാന്തയും രോഹിണിയും ഇറങ്ങി. പിന്നെ കുറേ നാട്ടുകാരും. വിജയനും ദേവനും ഫസ്റ്റ് MAയ്ക്കും ശാന്തയും രോഹിണിയും സെക്കൻഡ് BScയ്ക്കും പഠിക്കുന്നു. പ്രീ-ഡിഗ്രിക്ക് പഠിക്കുന്നവർ ഉച്ചയ്ക്ക് തിരിച്ചെത്തും. ഷിഫ്റ്റാണ്. ചെമ്മൺ പാതയിലൂടെ 4 പേര് നടന്നു. ഒരു ചെറിയ കുന്ന് കയറി വേണം കുടിയേറ്റ കുടികളിലെത്താൻ. കുന്നിൻ നെറുകയിലെത്തിയാൽ അകലെ കുടിലുകൾ കാണാം. ദേവൻ, ഞാൻ ഒരു വാർത്ത കേട്ടു, നറുക്കുന്നതിനിടയിൽ വിജയൻ പറഞ്ഞു. എന്താ?
ഇത്തവണയും ശ്രീനാഥ് മുതലാളി നമ്മളെ കുടിയൊഴിപ്പിച്ചിട്ട് മറ്റെവിടേക്കോ പോകുവാൻ പ്രേരിപ്പിക്കുമെന്ന്. ഏ അപ്പോൾ വീണ്ടും നമ്മളെ കൊണ്ട് വനം കയ്യേറിക്കുവാനാണ് അയാളുടെ പ്ലാൻ. നേരത്തെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നടക്കത്തില്ല. അതെങ്ങനെയാ? പ്രായമുള്ളവർ കൂടി നമ്മൾ പറയുന്നതൊന്ന് മനസ്സിലാക്കണ്ടേ? അവർക്ക് മുതലാളി ഇപ്പോഴും ദൈവമാ. ധാർമ്മിക രോഷത്തോടുകൂടി വിജയൻ തുടർന്നു. നമ്മുടെ മാതാപിതാക്കൾ എല്ലുമുറിയെ പണിയെടുത്തതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ചത് മുതലാളിയാണ്. അതിനു മുമ്പ് അയാളുടെ അച്ഛനും. എന്തായാലും ഇത്തവണ ഇവിടെ നിന്നും ഇറങ്ങുന്ന പ്രശ്നമില്ല. അപ്പോൾ പിന്നെ വഴക്കും വക്കണമൊക്കെ ആവില്ലേ ദേവേട്ടാ? ശാന്ത ചോദിച്ചു. എന്ത് വഴക്ക്? നമ്മൾ വെട്ടിപ്പിടിച്ച ഭൂമി അവിടെ നിന്നും ഇറങ്ങുവാൻ പറയുവാൻ മുതലാളിക്ക് എന്താ അവകാശം? കാര്യമൊക്കെ ശരിയാണ്. എന്നാലും ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മതി. നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ വരുന്ന സ്വീകരണം തടയുക എന്ന രീതിയിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് നമ്മെ കുടിയൊഴിപ്പിക്കാനാണ് പോലും പരിപാടി. വിജയൻ കൂട്ടിച്ചേർത്തു. ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞത്? മുതലാളിയുടെ ഡ്രൈവർ. അപ്പോൾ സംഗതി അവിടെ വരെയായി. നമുക്ക് എല്ലാവരെയും സംഘടിപ്പിക്കണം. ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് അവർ കുടിലുകളിലെത്തിയത്. ചിരുത ദേവനെ കപ്പപ്പുഴുക്കും കാപ്പിയും എടുത്തു വെച്ചു. വന്ന് കഴിക്കുമോനെ, നമ്മുടെ കപ്പ ആദ്യം പിഴുതതാ. വസ്ത്രം മാറി വന്ന് ഒരു പലകയിലിരുന്നിട്ട് ദേവൻ കപ്പ തിന്നുവാൻ തുടങ്ങി. അച്ഛനെവിടെ പോയി അമ്മേ? പറമ്പിലുണ്ട്. അപ്പോഴേക്കും ഒരു മൺവെട്ടിയും തോളിലേറ്റി ശങ്കരൻ കയറി വന്നു. മോൻ വന്നോ? വന്നച്ചാ. ശങ്കരൻ്റെയും ചിരുതയുടെയും ഏക സന്താനമാണ് ദേവൻ. അച്ഛനമ്മമാരുടെ മുഖത്തെ വിഷാദഭാവം ദേവൻ ശ്രദ്ധിച്ചു. എന്താണെച്ചാ മുഖം വല്ലാതെ ഇരിക്കുന്നത്? ശങ്കരൻ മറുപടി പറഞ്ഞില്ല. ദേവൻ ഉത്കണ്ഠയോടെ അമ്മയെ നോക്കി. ആ കണ്ണുകളിലും ഒരു നനവില്ലേ? എന്തുണ്ടായി വിഷമിക്കുവാൻ? എല്ലാം തകർന്നു മോനെ. ഒരു പൊട്ടിക്കരച്ചിലൂടെ ചിരുത പറഞ്ഞു. ഇന്ന് മുതലാളി വന്നിരുന്നു. എന്തിന്? കുടിയേറ്റക്കാർ ഒരാഴ്ചക്കുള്ളിൽ ഇവിടം ഒഴിയണമെന്ന്. കാര്യം? നമ്മൾ മറ്റു വനഭൂമി വെട്ടിത്തെളിച്ചെടുത്തോളാൻ. അത് പറയുവാൻ അയാളാരാ? മുതലാളി വലിയ പിടിപാടൊക്കെയുള്ള ആളല്ലേ? അതിന് പണവും പിടിപാടുമൊക്കെ ഉള്ളവന് എന്തും ആകാമെന്നാണോ? ഏതായാലും ഇത്തവണ ഇവിടെ നിന്ന് ആരും പോകുന്നില്ല. എല്ലാവരും ഒന്നിച്ചെതിർക്കണം. പക്ഷേ ശങ്കരൻ്റെ സ്വരം പതറി. മുതലാളി എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനാണ് മോനെ. നമ്മുടെ ഭയമാണച്ചാ നമ്മളെ തകർക്കുന്നത്. നമ്മൾ ധൈര്യമായിട്ട് നിൽക്കണം. താമസിക്കാൻ നമുക്ക് മറ്റൊരിടമില്ല. കൃഷി ചെയ്യാൻ ഇപ്പോൾ മറ്റു ഭൂമിയില്ല. നമ്മൾ ഇവിടെ തന്നെ കഴിയണം. അപ്പോൾ വിജയനും അവിടെ വന്നു. ദേവൻ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ? ഉവ്. എന്ത് ചെയ്യണം? നമുക്ക് എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാം. രാത്രി 8 മണിയോടുകൂടി കുടിയേറ്റക്കാർ ഒന്നിച്ചു സമ്മേളിച്ചു. ദേവനും വിജയനും അവരോട് സംസാരിച്ചു. പ്രായമായവരിൽ ഭൂരിഭാഗവും ഭൂമി മുതലാളിക്ക് ഒഴിഞ്ഞുകൊടുത്തിട്ട് എവിടേക്കെങ്കിലും മാറണമെന്ന അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ ചെറുപ്പക്കാർ അതിനോട് അനുകൂലിച്ചില്ല. എന്ത് സംഭവിച്ചാലും അതിനെ എതിർക്കണമെന്ന് അവർ ഉറച്ചു. കാലം മാറിയിരിക്കുന്നു. കുടിയേറ്റക്കാർ ആരുടെയും അടിമകളല്ല. മുതലാളി വരുമ്പോൾ മാറാൻ പറ്റുകയില്ല എന്ന് തന്നെ പറയണം. ആ തീരുമാനത്തോടെയാണ് അവർ പിരിഞ്ഞത്. അടുത്ത ദിവസം രാവിലെ കുടിയേറ്റ വിദ്യാർത്ഥികൾ കോളേജിലേക്ക് യാത്രയായി. വിജയനും ദേവനും രോഹിണിയും ശാന്തയും കുന്നിറങ്ങി ബസ് സ്റ്റോപ്പിലെത്തി. 8:15 ബസ്സിൽ പോയാൽ 9:30 കോളേജിലെത്താം. മറ്റു പലരും ബസ് കാത്തു നിൽപ്പുണ്ട്. അകലെ ഒരു ബൈക്കിൻ്റെ ശബ്ദം. അതടുത്തു വന്നു. ഒരു ബുള്ളറ്റ്. അതിനു മുകളിൽ നീല ജീൻസും ലോഹ പോലെയൊരു ഷർട്ടും കഴുത്തിൽ സ്വർണ്ണ ചെയിനും ക്ലീൻ ഷേവും മുഖത്തൊരു വലിയ ഗ്ലാസും പറ്റെ വെട്ടി നിർത്തിയിരിക്കുന്ന തലമുടിയും ചുണ്ടിൽ എരിയുന്ന സിഗരറ്റുമുള്ള ചെറുപ്പക്കാരൻ ജയരാജൻ. അവർ നിന്നിരുന്നതിൻ്റെ തൊട്ടടുത്ത് ബൈക്ക് നിന്നു. ഒരു പ്രത്യേക പോസിൽ തറയിൽ ഇറങ്ങിയിട്ട് പകുതി എരിഞ്ഞ സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞ് അയാൾ രോഹിണിയെയും ശാന്തയെയും നോക്കി ചിരിച്ചു. അവർ മുഖം വെട്ടിച്ച് തിരിച്ചു കളഞ്ഞു. ദേവനും വിജയനും ഈ രംഗം കണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല. ശ്രീനാഥ് മുതലാളിയുടെ പുത്രനാണ് ജയരാജൻ. MAക്ക് ദേവൻ്റെയും വിജയൻ്റെയും ഒപ്പം പഠിക്കുന്നു. എന്നിരുന്നാലും കുടിയേറ്റക്കാർ എന്ന നിലയ്ക്ക് അയാൾ അവരോട് സംസാരിച്ചിട്ട് പോലുമില്ല. അയാളുടെ കൂട്ടുകാർ ഹൈ സൊസൈറ്റിയിൽ വാഴുന്ന പണക്കാരുടെ മക്കളാണ്. ജയരാജൻ അടുത്തുള്ള പീടികയിൽ നിന്ന് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി. അതിൽ ഒന്നെടുത്ത് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. പിന്നെ ഒരു 100 രൂപയുടെ നോട്ടെടുത്ത് കടക്കാരന് കൊടുത്തിട്ട് ബാക്കി വാങ്ങാതെ ബൈക്കിൽ കയറി ഓടിച്ചു പോയി. എവിടെ തിരിഞ്ഞാലും ഇയാൾ പിന്നാലെ കാണും. രോഹിണി പിറുപിറുത്തു. സാരമില്ല, ദേവൻ പറഞ്ഞു. കണ്ടില്ലെന്നങ്ങ് ഭാവിച്ചാൽ മതി. ബസ് വന്നു. അവർ കയറി. കോളേജിൻ്റെ പടിക്കിലിറങ്ങിയപ്പോൾ ദേവനും വിജയനും മുന്നിൽ നടന്നുപോയി. ശാന്തയും രോഹിണിയും പിന്നിൽ കൂട്ടുകാരോടൊത്തു കൂടി. ഗ്രൗണ്ട് മുറിച്ച് നടന്ന് അവർ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ബോഗൻവില്ലയുടെ ചൂട്ടിൽ നിന്ന് ജയരാജനും സുഹൃത്തുക്കളും എന്തോ പറഞ്ഞു പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ചിരി നിന്നു. ജയരാജൻ്റെ കണ്ണുകൾ രോഹിണിയിൽ തറഞ്ഞു. ആരും ഒന്ന് നോക്കിപ്പോകും. അത്ര സുന്ദരിയാണവൾ. പക്ഷേ ശാന്തയ്ക്ക് അത്ര ഭംഗിയില്ല. ജയരാജൻ ചൂളമടിച്ചു. അവർ അത് ശ്രദ്ധിച്ചില്ല. ഇവളെയൊന്ന് ഓടിക്കണമല്ലോ അളിയ. അയാൾ കൂട്ടുകാരിൽ ഒരാളുടെ തോളിൽ തട്ടി. നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാ. ഒന്ന് പോടാ. വേണ്ടി വന്നാൽ അവളുടെ അമ്മയെ വരെ ഞാൻ വെട്ടിൽ വീഴ്ത്തും. അത് നടന്നേക്കും. പക്ഷേ ഇത് നിനക്ക് കാണണോ? കാണണം. ഒരാഴ്ചക്കകം ഇവൾ എൻ്റെ പിന്നാലെ വരും. ബറ്റ് ഒരു പാർട്ടി, നിങ്ങൾ പറയുന്ന മാതിരി. ഓക്കെ. ജയരാജൻ അവിടെ നിന്നും നടന്നുപോയി. അന്ന് ഉച്ചകഴിഞ്ഞ് ദേവനും വിജയനും ക്ലാസ്സിലായിരുന്നു. അവർ നേരത്തെ മടങ്ങി. വൈകിട്ട് ശാന്തയും രോഹിണിയും ഗ്രാമത്തിൽ ബസ്സിറങ്ങി. കോളനിയിലേക്ക് നടക്കുകയായിരുന്നു. പിന്നിൽ ബൈക്കിൻ്റെ ശബ്ദം. അയാൾ വരുന്നുണ്ട്. ശാന്ത പിറുപിറുത്തു.
വരൂ, വേഗം നടക്കാം. റോഡിൻ്റെ ഓരം ചേർന്ന് രോഹിണി നടന്നു. റോഡിൽ നോക്കെത്തുന്ന ദൂരത്തോളം ആരുമില്ല. ബൈക്ക് അരികിൽ വന്നു നിന്നു. അവർ അത് അവഗണിച്ച് മുന്നോട്ട് നടക്കവേ ജയരാജൻ പെട്ടെന്ന് വിളിച്ചു, രോഹിണി, ഒന്ന് നിന്നേ, ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. ജയരാജൻ ബൈക്ക് അവരുടെ മുന്നിൽ കയറ്റി കുറുകെ നിർത്തി. നിൽക്കാൻ എന്നോടാണ് പറഞ്ഞത്, മനസ്സില്ല? ആഹാ, അത്രയ്ക്കായോ? അയാൾ പെട്ടെന്ന് കൈനീട്ടി രോഹിണിയുടെ കൈക്ക് പിടിച്ചു. ജയരാജൻ, എന്നെ വിട്. അവൾ കുതറി. മനസ്സില്ല, അയാൾ തിരിച്ചു പറഞ്ഞു. വിടാൻ? ഇല്ലെങ്കിൽ? അയാൾ ചിരിച്ചു. പുസ്തകം ശാന്തയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇടത് കൈകൊണ്ട് അവൾ ചെരുപ്പ് ഊരിയെടുത്തു. പിടിവിട്. അയാൾ വിട്ടു. പിന്നെ അവളെ തുറച്ചൊന്നു നോക്കി. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ജയരാജൻ ബൈക്ക് ഓടിച്ചു പോയി. പക്ഷേ ആ പ്രശ്നം അവിടെ തീർന്നില്ല. ഒരു സംഭവത്തിൻ്റെ രക്തം മരവിപ്പിക്കുന്ന നിമിഷങ്ങളുടെ തുടക്കമായിരുന്നു അത്. കുടിലിലേക്ക് നടക്കുമ്പോൾ ശാന്ത പറഞ്ഞു, രോഹിണി, ഈ കാര്യമൊന്നും ദേവേട്ടനോടും വിജയേട്ടനോട് പറയണ്ട. വെറുതെ വഴക്കു കൂടിയെന്ന് വരും. രോഹിണി ഒന്ന് മൂളി. അവർ കുടിലിലെത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീനാഥ് മുതലാളിയുടെ മാരുതി കാർ പൊടി പറത്തിക്കൊണ്ടുവന്ന് അവിടെ നിന്നു. കുടിയേറ്റക്കാർ എത്തി നോക്കി. അപ്പോൾ ദേവനും വിജയനുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ശങ്കരൻ മുതലാളിയുടെ കാറിനടുത്തേക്ക് ചെന്നു. അയാളാണ് കുടിയേറ്റക്കാരുടെ മൂപ്പൻ എന്ന് പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചുവോ? ഒരാഴ്ചയെന്ന് പറഞ്ഞത് വളരെ അഗ്രയായി പോയെന്ന് തോന്നുന്നു. 2 ദിവസം കൂടി മുൻപായാൽ അത്രയും നല്ലത്. ശങ്കരൻ ഒന്നും പറഞ്ഞില്ല. കുടിയേറ്റക്കാർ സാവധാനം കാറിനരികിലേക്ക് വന്നു. മുതലാളി ഒരു ചുരുട്ട് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. പിന്നെ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. അയാളുടെ കഴുത്തിൽ കിടന്നിരുന്ന കട്ടിയുള്ള സ്വർണ്ണമാല അന്തിസൂര്യൻ്റെ വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി. ചിരിക്കുമ്പോൾ മുൻനിരയിലെ സ്വർണ്ണപ്പല്ലുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ, മുതലാളി തുടർന്നു. ഇനിയും നിങ്ങൾക്ക് ഇവിടെ നിന്നും 2 കിലോമീറ്റർ കിഴക്ക് ഒരു ഭാഗം വിട്ടുതരാനാണ് എൻ്റെ ഉദ്ദേശം. മുതലാളിയുടെ ഉദ്ദേശമോ? പെട്ടെന്ന് ദേവൻ ചോദിച്ചു. തനിക്ക് നേരെ ആദ്യമായി ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നു. ശ്രീനാഥ് മുതലാളി ദേവനെ അടിമുടിയൊന്ന് നോക്കി. അതെ, അല്ലാതെ ആരുടെയാ? ദേവൻ ഒന്ന് ചിരിച്ചു. സർക്കാർ വക വനം ഞങ്ങൾക്ക് വിട്ടുതരുവാൻ മുതലാളിക്ക് എന്താ അവകാശം? ആ ചോദ്യത്തിന് മുന്നിൽ മുതലാളി ഒന്ന് പകച്ചു. എങ്കിലും തോറ്റു കൊടുക്കരുതല്ലോ. അതൊന്നും നിങ്ങളൊന്നും അറിയണ്ട. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ കഴിവതും നേരത്തെ ഇവിടം ഒഴിയാൻ തയ്യാറാകണം. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ രക്ഷപ്പെടുകയാണ് ഉചിതമെന്ന് തോന്നിയ ശ്രീനാഥ് മുതലാളി കാറിൻ്റെ ഡോർ തുറക്കുവാൻ ഭാവിച്ചു. ഞങ്ങളെ ഇവിടെ നിന്നിറക്കിയിട്ട് ഈ സ്ഥലം അത്രയും എന്തു ചെയ്യാനാണ് മുതലാളിയുടെ ഉദ്ദേശം? ഇത്തവണ ചോദിച്ചത് വിജയനാണ്. എനിക്കിഷ്ടമുള്ളത് ചെയ്യും. അത് ചോദിക്കാൻ നിങ്ങളാരാ? മുതലാളിക്ക് ഈ ഭൂമിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്കാണ്. ഇത് സർക്കാർ വക വനമായിരുന്നു. കുടിയേറ്റക്കാരായ ഞങ്ങൾ ഇത് വെട്ടിപ്പിടിച്ച് പണിയെടുത്ത് ഇത്രയും ഫലമുള്ള മണ്ണാക്കി മാറ്റി. ഇവിടെ നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. നിങ്ങൾ എന്ന് ഒരു കുടിയേറ്റക്കാരൻ തന്നെ വിളിക്കുക. ശ്രീനാഥ് മുതലാളിയുടെ ആദ്യത്തെ അനുഭവം. അയാൾക്ക് കോപം വന്നു. അയാൾ സാവധാനം വിജയൻ്റെ അടുത്തേക്ക് വന്ന് കൈനിവർത്ത് ഒരടി കൊടുത്തു. പക്ഷേ അത് വിജയൻ്റെ മേൽ പതിയുന്നതിന് മുമ്പ് മറ്റൊരു ബലിഷ്ഠമായ കരം തടഞ്ഞു. ആ കൈക്കുള്ളിലിരുന്ന് മുതലാളിയുടെ കൈ ഞെരിഞ്ഞു. വിജയൻ അടി തടുത്തു. ഞങ്ങളിൽ ആരെയെങ്കിലും തൊട്ടാലുണ്ടല്ലോ, നിങ്ങളുടെ ചിലവിലല്ല ഞങ്ങൾ കഴിയുന്നത്. പലതവണ ഞങ്ങളെക്കൊണ്ട് വനം കയ്യേറിച്ചിട്ട് പിന്നീടത് കൈക്കലാക്കി നിങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിച്ചു. ഇനി അത് ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കുവാനാവില്ല. അയാൾ മുതലാളിയുടെ കയ്യിലെ പിടിവിട്ടു. ദേഷ്യവും സങ്കടവുമെല്ലാം ഒന്നിച്ചുണ്ടായി ശ്രീനാഥ് മുതലാളിക്ക്. തന്നെ എതിർക്കുവാൻ മാത്രം ഈ ചെറ്റകൾ വളർന്നിരിക്കുന്നു. ഇവറ്റകളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അയാൾ കാറിൽ കയറി. ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ മനസ്സിലാകും. ഓരോ വീട്ടുകാർക്കും 3000 രൂപ വീതം തരണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ആ വിചാരം മനസ്സിൽ വച്ചാൽ മതി. ദേവൻ കാറിനടുത്തേക്ക് ചെന്നു. ഞങ്ങൾ പാവങ്ങളാണ് മുതലാളി. ഞങ്ങളുടെ ചോറിൽ മണ്ണ് വാരിയിടുന്നത് എന്തിന്? അത് ഞങ്ങൾ സഹിക്കില്ല. നീയൊന്നും അത്രയ്ക്കങ്ങ് അഹങ്കരിക്കേണ്ട. 4 അക്ഷരം പഠിച്ചെന്ന് വെച്ച് എന്തും അങ്ങ് നേടാമെന്നാണോ? താനും അവനും നാളെ ബംഗ്ലാവിലേക്ക് വരണം. വിജയനും ദേവനും. എന്തിനാണ് മുതലാളി? അതൊക്കെ അപ്പോൾ പറയാം. ഞങ്ങൾ വരില്ല. അതെ, ഒന്നുകിൽ പണം തന്ന് ഞങ്ങളെ നാവടക്കാൻ, ഇല്ലെങ്കിൽ ഗുണ്ടകളെ കൊണ്ട് തല്ലി ചതപ്പിക്കാൻ, അല്ലേ? മുതലാളിയുടെ മുഖം വിളറി വെളുത്തു. ഡ്രൈവർ, വണ്ടി വിട്. കാർ മുന്നോട്ട് നീങ്ങി. നിങ്ങൾ മുതലാളിയോട് അത്രയും കടന്നു പറയേണ്ടിയിരുന്നില്ല, പ്രായമുള്ള ചിലർ പറഞ്ഞു. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്. ഈ വയസ്സുകാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലം മുതലാളിക്ക് കൊടുത്തിട്ട് പോയിക്കോ. പക്ഷേ അതിനാരും തയ്യാറില്ലായിരുന്നു. ചോര നീരാക്കിയാണ് വനം നശിപ്പിച്ച് ഈ ഭൂമി എടുത്തത്. മണ്ണിന് വിയർപ്പിൻ്റെ ഗന്ധം ഇപ്പോഴും ഉണ്ട്. ഇത് വിട്ടുകൊടുക്കുക. ചിന്തിക്കാൻ കൂടി വയ്യ. എല്ലാവരും തങ്ങളുടെ കുടിലുകളിലേക്ക് പോയി. വനത്തിൽ നിന്നും പന്നികളിറങ്ങി മരച്ചീനിയും മറ്റും നശിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന് ഏറുപടക്കവുമായി ശങ്കരൻ പറമ്പിലേക്ക് പോയി. രാവേറെ ചെന്നിട്ട് ശ്രീനാഥ് മുതലാളിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. തന്നെ അവർ അപമാനിച്ചിരിക്കുന്നു. അതിന് പകരം ചോദിക്കണം. ഒന്നിനെയും വിട്ടുകൂടാ. അലമാരിയിൽ നിന്നും ശിവാശ്രീകളുടെ ഒരു കുപ്പിയുമായി അയാൾ ബാൽക്കണിയിൽ ചെന്നിരുന്നു. പിന്നെ ഗായത്രിയെ വിളിച്ച് ഗ്ലാസും ഐസ് ക്യൂബുകളും കഴിക്കുവാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവർ അതൊക്കെ കൊണ്ടുവന്ന് ഒരു ടീപ്പോയിൽ വെച്ചു. മക്കൾ ഉറങ്ങിയോടി? ഉറങ്ങി. എന്നാൽ നീ ആ കസേരയിലിരിക്കെ.
മുതലാളിക്കെതിരായി ഗായത്രി ഇരുന്നു. ജയരാജനും ജയന്തിയുമാണ് അവരുടെ മക്കൾ. ജയന്തി ഫസ്റ്റ് ബികോമിന് പഠിക്കുന്നു. മുതലാളി മദ്യം ഗ്ലാസ്സിൽ പകർന്ന് ഐസ് ക്യൂബുകൾ എടുത്ത് അതിലേക്കിട്ടു. പിന്നെ വറുത്ത മ്ലാവിൻ്റെ ഇറച്ചിയെടുത്ത് വായിലിട്ട് ചവച്ചു. മിക്ക ദിവസങ്ങളിലും മുതലാളി ഹണ്ടിങ്ങിന് പോകാറുണ്ട്. കൂടെ ഗുണ്ടകളിൽ ആരെങ്കിലും കാണും. മദ്യ ഗ്ലാസ് കയ്യിലെടുത്ത് ഒരിറക്ക് കുടിച്ചിട്ട് മുതലാളി എന്തോ ചിന്തിച്ചിരുന്നു. ഗായത്രി, നീ ചെന്ന് ജയരാജനോട് ഇങ്ങോട്ട് വരാൻ പറ. അവൻ ഉറങ്ങി. സാരമില്ല, ഞാൻ വിളിക്കുന്നതെന്ന് പറയൂ. ഗായത്രി താഴേക്ക് ചെന്നു. അച്ഛൻ്റെ സ്വഭാവമൊക്കെ മോനെയും പഠിപ്പിക്കുമെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. ഗായത്രിക്ക് തൻ്റെ ഭർത്താവിനോട് വെറുപ്പ് തോന്നി. പണം എന്ന ഒറ്റ വിചാരമേ ഉള്ളൂ. ഇപ്പോൾ പാവപ്പെട്ട കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള ഭാവമാണ് പോലും. ഇന്ന് എവിടെയോ എന്തോ സംഗതി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തത്രപ്പാടിനാണ് ഇതൊക്കെയെന്ന് അവൾക്ക് തോന്നി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജയരാജൻ ഡാഡിയുടെ മുന്നിലെത്തി. ഇരിക്കടാ. അയാൾ ഇരുന്നു. നിനക്ക് വേണോ? വേണ്ട ഡാഡി. എന്താ? അത് ജയരാജൻ പതുങ്ങി. ഫോർമാലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല. മുതലാളി ചിരിച്ചു. പിന്നെ ഗ്ലാസ്സിൽ മദ്യം പകർന്നു മകന് കൊടുത്തു. നീ എൻ്റെ അടുത്ത് വേലയിറക്കാൻ നോക്കുകയാണോ? അലമാരയിൽ നിന്നും കുപ്പികൾ കാണാതെ വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നില്ലെന്ന് നീ വിചാരിച്ചോ? ഡാഡി എന്തിനാ വിളിച്ചത്? അയാൾ വിഷയം മാറ്റി. ആ കുടിയേറ്റ റാസ്കൽസ് 2 പേർ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടല്ലോ. യെസ് ഡാഡി, ദേവനും വിജയനും. അതെ, അവന്മാർ ഇന്ന് എന്നെ ആക്ഷേപിച്ചു. ഞാൻ അടിക്കാനൊങ്ങിയ കയ്യിൽ അവന്മാർ കടന്നു പിടിക്കാൻ തയ്യാറായി. കൂടുതൽ നേരം അവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ കൊല്ലുവാനും അവർ മടിക്കില്ലായിരുന്നു. ബാസ്റ്റാർഡ്സ്. ജയരാജൻ കസരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവനൊക്കെ അത്രയ്ക്കായോ? നീ അവിടെ ഇരിക്കേ. ഒരു ചുരുട്ട് കത്തിച്ചുകൊണ്ട് മുതലാളി ശാന്തനായി തുടർന്നു. നീയായിട്ട് ഒന്നും ചെയ്യണ്ട. നാളെ നമ്മുടെ ആൾക്കാരെ ചട്ടം കെട്ടിയാൽ മതി. യെസ് ഡാഡി. ആർക്കും യാതൊരു സംശയവും ഉണ്ടാകരുത്. നോ. ശരി, പൊയ്ക്കോ. ഡാഡി കൊടുത്ത മദ്യം വലിച്ചു കുടിച്ചിട്ട് ജയരാജൻ മുറിയിലേക്ക് മടങ്ങി. ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് അയാൾ വിചാരിച്ചു. ആ രോഹിണി തൻ്റെ വീട്ടിൽ വീഴാത്തത് അവന്മാർ കാരണമാണ്. രണ്ടിൻ്റെയും കഥ കഴിപ്പിക്കണം. ഈ ചിന്തയോട് കൂടിയാണ് അയാൾ ഉറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ ജയരാജൻ ആദ്യം ചെയ്തത് ഗുണ്ടകളോട് വിവരം പറയുകയായിരുന്നു. മുതലാളിക്ക് ആവശ്യത്തിന് ഗുണ്ടകളുണ്ട്. ഒന്ന് മൂളിയാൽ മതി. ഏതു കാര്യവും റെഡി. പോലീസ് കേസൊന്നും ഭയക്കേണ്ട. മുതലാളിയുടെ പണത്തിനു മുമ്പിൽ എല്ലാം നിഷ്പ്രഭം. പതിവ് പോലെ ജയരാജൻ ബൈക്കിൽ കോളേജിലേക്ക് പോയി. വഴിക്ക് വെച്ച് ബസ് കാത്തു നിൽക്കുന്ന രോഹിണിയെയും ശാന്തയെയും മറ്റും കണ്ടു. ശ്രദ്ധിച്ചില്ല. കോളേജ്. ബോഗംവില്ലയുടെ ചുവട്ടിൽ 4 ബൈക്കുകൾ. അവയ്ക്ക് മുകളിലായി 6 പേർ ഇരിക്കുന്നു. കോളേജിലെ മുന്തിയ പണക്കാരൻ പയ്യന്മാർ. ജയരാജൻ്റെ ബൈക്കും അവിടെ നിന്നു. ഡാ, വെറ്റുകാരൻ വന്നു. എന്തടാ, വല്ലതും നടന്നോ? പറഞ്ഞത് ജയരാജനാണെന്ന് നിങ്ങൾ മറന്നോ? ഒരാഴ്ചക്കുള്ളിൽ നോക്കിക്കോ. കാണാം. ആ ദേവൻ്റെ വിജയൻ്റെ കൈക്ക് ജോലി ഉണ്ടാക്കരുത്. ഒന്ന് പോടാ. അതിൽ എത്ര വലിയന്മാരെ കണ്ടവനാണ് ജയരാജൻ. ഉച്ച കഴിഞ്ഞ് ദേവനും വിജയനും വോളിബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കണമായിരുന്നു. കോളേജ് അടിസ്ഥാനത്തിലുള്ള ടൂർണമെൻറ്റ്. 1 മണിക്കൂർ യാത്ര ചെയ്താൽ മത്സരം നടക്കുന്ന കോളേജിലെത്താം. ദേവനാണ് ടീം ക്യാപ്റ്റൻ. വിജയനും ഒരു നല്ല പ്ലെയറാണ്. 8 കളിക്കാരും. ടീം മാനേജറും കോച്ചും കൂടിയായ പ്രൊഫസറും 2:30 ആയപ്പോൾ യാത്രയായി. മത്സരം തുടങ്ങി. കാണികൾക്ക് ദേവൻ ഒരു ആവേശമായിരുന്നു. ഓരോ ലിഫ്റ്റിലും അയാൾ കുതിക്കുമ്പോൾ കാണികൾ കൈയടിച്ചു. എതിർ ടീമും അത്ര മോശമായിരുന്നില്ല. 5 ഗെയിമും കളിക്കേണ്ടി വന്നു. ഒന്നിടവിട്ടുള്ള ഗെയിമുകൾ ഇരു ടീമുകളും നേടിയെടുത്തു. 5ാമത്തെ ഗെയിം നിർണായക മത്സരം. കാണികൾ ആർത്തട്ടഹസിക്കവേ ദേവൻ്റെ ടീം വിജയത്തിലെത്തി. സ്കോർ 15-13. അങ്ങനെ അവർ ഫൈനലിൽ കടന്നു. ഫൈനൽ മത്സരം ഒരാഴ്ചയ്ക്ക് ശേഷമേ ഉള്ളൂ. തിരികെ കോളേജിൽ വന്നപ്പോൾ സമയം 7 മണി. 7:30-ക്കാണ് ഇനി ഗ്രാമത്തിലേക്കുള്ള ബസ്. ഗ്രാമത്തിലെത്തിയപ്പോൾ സമയം 8:15. സ്ട്രീറ്റ് ലൈറ്റുകൾ ഇനിയും വന്നിട്ടില്ലാത്ത റോഡിലൂടെ അവർ വേഗം നടന്നു. കുടിലുള്ളവർ ഇപ്പോൾ വിഷമിച്ചിരിക്കും, വിജയൻ പറഞ്ഞു. നേരത്തെ പറയുവാനും ഞാൻ മറന്നുപോയി. സാരമില്ല, ശാന്തയും രോഹിണിയും പറഞ്ഞിരിക്കും. അവർ കുന്നു കയറുവാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് റോഡിൻ്റെ ഇരുവശത്തു നിന്നും ചില രൂപങ്ങൾ അവർക്ക് നേരെ കുതിച്ചു ചാടി. സംഗതി വ്യക്തമാകുന്നതിന് മുമ്പ് ദേവനും വിജയനും അടിയേറ്റ് തറയിൽ വീണ് കഴിഞ്ഞിരുന്നു. ആക്രമണം അപ്രതീക്ഷിതമായിരുന്നതിനാലും എതിരാളികൾ തങ്ങളിൽ കൂടുതൽ ഉണ്ടായിരുന്നതിനാലും ദേവനും വിജയനും പതറിപ്പോയി. അവർ ആരാണെന്നോ ലക്ഷ്യം എന്തെന്നോ മനസ്സിലാക്കുന്നതിന് മുൻപ് മുഖമടച്ച് ശക്തമായൊരു അടിയേറ്റ് ദേവൻ റോഡിൽ വീണു. അയാളുടെ കയ്യിലിരുന്ന് നോട്ട് ബുക്കുകൾ തെറിച്ചുപോയി. അവിടെ കിടന്നുകൊണ്ട് മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ അയാൾ എതിരാളികളെ കണ്ടു. അവർ 6 പേരുണ്ടായിരുന്നു. അടുത്ത സമയത്ത് വിജയനും അടിയേറ്റ് പതിക്കവേ ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ദേവൻ ചാടി എഴുന്നേറ്റു. നല്ലൊരു സ്പോർട്സ്മാനായിരുന്ന അയാളുടെ ചലനം ദ്രുതഗതിയിലായിരുന്നു. ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു. ദേവൻ്റെ അസാധാരണ വേഗതയ്ക്ക് മുന്നിൽ എതിരാളികൾ പതറിപ്പോയി. വിജയൻ കൂടി ആക്രമണ സന്നദ്ധനായി എഴുന്നേറ്റപ്പോൾ അവരുടെ ഭാഗത്തു തന്നെയായി വിജയം. പരാജയം മനസ്സിലാക്കിയ എതിരാളികൾ ഓടുവാൻ ഭാവിക്കവേ വിജയൻ ഒരാളെ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും മറ്റവർ രക്ഷപ്പെട്ടിരുന്നു. പറയടാ, ആരാണ് നിന്നെയൊക്കെ അയച്ചത്? അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വിജയൻ ചോദിച്ചു. അയാൾ പറഞ്ഞില്ല. നീ പറയില്ലേ? ദേവൻ കൈമുട്ട് മടക്കി അടിവയറ്റിൽ ഒരു ഇടി കൊടുത്തു. ഇനിയും എന്നെ തല്ലരുത്. എങ്കിൽ പറയും. ജയരാജൻ കൊച്ചു മുതലാളി. ഒരു നിമിഷത്തെ നടുക്കം. ആ തക്കത്തിന് അയാളും ഓടി രക്ഷപ്പെട്ടു. തറയിൽ ചിതറിക്കിടന്നിരുന്ന ബുക്കുകളുമെടുത്ത് വിജയനും ദേവനും കുടിലിലേക്ക് നടന്നു.
അവനെ വെറുതെ വിട്ടുകൂടാ, ദേവൻ പറഞ്ഞു. ഇന്ന് രാവിലത്തെ സംഭവത്തിൽ അവർ പ്രതികാരം ചെയ്തതാണ്. അവൻ മാത്രമാണതിന് പിന്നിലെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നത്തിന് മുതലാളിയുമായിട്ടും ഇടഞ്ഞതാണല്ലോ. അയാളുടെ കൈ കൂടി കാണുവാനാണ് സാധ്യത. ഏതായാലും ഇനി കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വിജയൻ പറഞ്ഞത് ശരിയാണെന്ന് ദേവനും തോന്നി. മരിക്കേണ്ടി വന്നാലും കുടിയൊഴിയുന്ന പ്രശ്നമില്ല. അവർ കോളനിയിലെത്തിയപ്പോൾ അച്ഛനമ്മമാർ വഴിക്കണ്ണുമായി ഇരിക്കുകയായിരുന്നു. അവരുടെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്ന മണ്ണും രക്തവുമെല്ലാം കണ്ടപ്പോൾ ഏവരും അമ്പരന്നു. എന്ത് പറ്റി മോനെ നിങ്ങൾക്ക്? ചിരുത ഓടി വന്ന് ദേവനെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ ആരുമായിട്ട് അവൾ കൂടിയത്? പേടിക്കാനൊന്നുമില്ല അമ്മേ. പറ, നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ലെന്നേ, ഒന്ന് വീണതാ. കള്ളം, പച്ചക്കള്ളം. അമ്മ വിട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. താഴെ ഒരു ഓലിയുണ്ടായിരുന്നു. ദേവൻ വസ്ത്രം മാറി ഇറങ്ങിയപ്പോഴേക്കും വിജയനുമെത്തി. വീട്ടിൽ വലിയ വിരളിയാണ് ദേവ. ഇവിടെയും അതുതന്നെ. അവർ ഓലിയിൽ പോയി കുളിച്ചു വന്നു. ഭക്ഷണവും കഴിച്ചതിന് ശേഷമാണ് ദേവൻ കാര്യം പറഞ്ഞത്. കുടിയേറ്റക്കാരെല്ലാം ഈ വാർത്തയറിഞ്ഞു. അനന്തകരുണീയത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ രാത്രി തന്നെ അവർ ഒത്തുകൂടി. ചെറുപ്പക്കാരിൽ ചിലർ രാത്രി തന്നെ മുതലാളിയുടെ വീട്ടിൽ പോയി പകരം ചോദിക്കാൻ വരെ തയ്യാറായി. പക്ഷേ ദേവനും വിജയനും അത് അനുവദിച്ചില്ല. നിങ്ങൾ ഒന്നടങ്ങി. ഞങ്ങളെ തല്ലിയവരെ ഞങ്ങളും ശരിക്ക് തല്ലിയിട്ടുണ്ട്. ബാക്കിയൊക്കെ വഴി പോലെ കൊടുത്തുകൊള്ളാം. പിറ്റേന്ന് രാവിലെയും പതിവ് പോലെ അവർ കോളേജിൽ പോയി. വഴിക്ക് വെച്ച് ശാന്തയും രോഹിണിയും അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ വളരെ കരുതണം. ആ ജയരാജൻ വല്ലാത്തവനാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ശാന്തേ. അവനേക്കാൾ ഒരു പടി കൂടി മുന്നിലാണ് ഞങ്ങളെന്ന് കാട്ടിക്കൊടുക്കും, അത്ര തന്നെ. അന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ അവർ ജയരാജൻ ബൈക്കിൽ വരുന്നത് കണ്ടില്ല. അയാൾ നേരത്തെ പോയിരുന്നു. കോളേജ് പടിക്കൽ ബസ്സിറങ്ങി ശാന്തയും രോഹിണിയും മുന്നിൽ പോയി. പതിവ് സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു ജയരാജനും കൂട്ടരും. എവിടെടി നിൻ്റെയൊക്കെ മറ്റവന്മാർ? ഓ, വല്ല ആശുപത്രിയിലുമായിരിക്കും അല്ലേ? ജയരാജൻ പരിഹസിച്ചു. ഇത്തവണ രോഹിണി തിരിഞ്ഞു നിന്നു. അവരെക്കാൾ മുൻപ് താനായിരിക്കും ആശുപത്രിയിലാകുക. കയ്യിലിരിപ്പ് അതല്ലേ? നീ എന്ത് പറഞ്ഞടി? അയാൾ മുന്നോട്ടാഞ്ഞു. പൊടുന്നിനെ ആരോ ജയരാജൻ്റെ ഷർട്ടിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു. അയാൾ തിരിഞ്ഞു നോക്കി. ദേവൻ. ഒപ്പം വിജയനുമുണ്ട്. അപ്രതീക്ഷിതമായി അവരെ കണ്ടപ്പോൾ അയാളൊന്ന് പതറി. ഞങ്ങൾ വരുമെന്ന് കരുതിയില്ല അല്ലടാ. ഇത്രയും നേരം ആശുപത്രിയിലായിരുന്നു. ഇപ്പോഴാണ് ഇറങ്ങിയത്. എന്തിനാണെന്നറിയാമോ? ഞങ്ങളെ തല്ലിച്ചവനെ തിരിച്ചു തല്ലാൻ. പറഞ്ഞു നിർത്തതിന് മുമ്പ് തന്നെ ദേവൻ്റെ കൈത്തലം പടക്കം പൊട്ടുന്നതുപോലെ ജയരാജൻ്റെ കവിളിൽ വീണു. അയാളുടെ കണ്ണിലൂടെ പൊന്നിച്ച പറന്നു. എടാ, ദേവൻ കാട് വെട്ടിത്തെളിച്ച് ഭൂമി കിളച്ച് മറിച്ച് കഴിയുന്നവനാ. ഈ കൈയുടെ ചൂട് മനസ്സിലായോടാ? എന്നാൽ രംഗം പെട്ടെന്ന് വഷളായി. ജയരാജൻ്റെ കൂട്ടുകാർ ദേവൻ്റെയും വിജയൻ്റെയും മേൽ ചാടി വീണു. അടുത്തിറങ്ങിയപ്പോൾ ശാന്തയും രോഹിണിയും ഓടിമാറി. മറ്റു കോളേജ് സ്റ്റുഡൻസ് ഓടിയെത്തി. പൊതുവെ ജയരാജനെയും കൂട്ടരെയും വെറുത്തിരുന്നവർ ദേവൻ്റെയും മറ്റും പക്ഷം ചേർന്നു. അല്ലാത്തവർ ജയരാജൻ്റെയും. പൊതിരെ തല്ല്. ഓടിയവരെ ഓടിച്ചിട്ട് തല്ലി. എവിടെ തിരിഞ്ഞാലും മടി. വിദ്യാർത്ഥികൾ രണ്ടു ചേരിയായി. അപ്പോൾ പിന്നെ രാഷ്ട്രീയത്തിലെ ബദ്ധവൈരികൾ തമ്മിലായി സംഘടന. ഗ്രൗണ്ടിലെ തല്ല് ക്ലാസ് മുറികളിലേക്കും വ്യാപിച്ചു. ഇതിനിടയിൽ നിന്നും ജയരാജൻ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. രംഗം കൂടുതൽ വഷളായപ്പോൾ പ്രിൻസിപ്പൽ പോലീസിൻ്റെ സഹായം തേടി. 10 മിനിറ്റിനുള്ളിൽ 2 വാൻ പോലീസ് കുതിച്ചെത്തി. ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞെങ്കിലും ആരും കേൾക്കാതെ വന്നപ്പോൾ പോലീസ് ലാത്തി ചാർജ് നടത്തി. ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്തെ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇറക്കിയിട്ടിരിക്കുന്ന മെറ്റലിൻ്റെ അടുത്തേക്ക് നീങ്ങി വിദ്യാർത്ഥികൾ. മെറ്റൽ പെറുക്കി അവർ പോലീസിനെ എറിഞ്ഞു. പ്രശ്നം വീണ്ടും രൂക്ഷമായി. വിജയ, പോലീസ് നമ്മെ അറസ്റ്റ് ചെയ്യും. അതിനു മുമ്പ് രക്ഷപ്പെടണം, ദേവൻ പറഞ്ഞു. ഇരുവരും കോളേജിൻ്റെ പിന്നിലേക്ക് ഓടി. ദേവാ, നമ്മുടെ കോളനിയിൽ നിന്നും വന്നിട്ടുള്ള മറ്റു കുട്ടികൾ, അവരൊക്കെ പിന്നാലെ വന്നുകൊള്ളും. കോളേജിന് പിന്നിലെ മതിൽ ചാടി അവർ റോഡിലെത്തി. ഇപ്പോൾ നമ്മളെ കണ്ടാൽ പോലീസ് വെറുതെ വിടുകയില്ല. ആദ്യം വന്ന ബസ്സിൽ കയറി അവർ കോളനിയിലേക്ക് മടങ്ങി. ഈ അവസരത്തിൽ ഇൻസ്പെക്ടർ വയർലെസ് മെസ്സേജ് നൽകിയതിനനുസരിച്ച് കൂടുതൽ പോലീസ് എത്തിച്ചേർന്നു. മെറ്റലുകൾ തീർന്നു കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾ ഭീതിയോടെ ചിതറി ഓടുവാൻ തുടങ്ങി. അനേകം പോലീസുകാർക്ക് പരിക്കേറ്റു. തലയും ശരീരഭാഗങ്ങളും പൊട്ടി ചോരയൊഴുകി. ചിലരുടെ കണ്ണുകൾ പോലും നഷ്ടപ്പെട്ടു. ആകെ ഒരു വല്ലാത്ത അന്തരീക്ഷം. പോലീസ് ഗേറ്റിൽ കാവൽ നിന്നു. ഒരുത്തനും രക്ഷപ്പെടരുത്. സ്റ്റുഡൻസിനെ പലരെയും അടിച്ച് അവശരാക്കി പോലീസുകാർ വാനിലേക്ക് എറിഞ്ഞു. പിന്നെ കണ്ണിൽ കണ്ടവരെയൊക്കെ തല്ലി, പെൺകുട്ടികളെപ്പോലും. ആ കൂട്ടത്തിൽ ശാന്തയ്ക്കും രോഹിണിക്കും തല്ല് കിട്ടി. പോലീസ് കോളേജ് വിദ്യാർത്ഥികളിൽ കുറേ പേരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ബാക്കിയുണ്ടായിരുന്നവർ അടികൊണ്ട് അവശരായും ഓടി വീണ് കൈകാലുകൾ മുറിഞ്ഞും പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു കഴിഞ്ഞു. അറസ്റ്റ് ചെയ്തവരെ സ്റ്റേഷനിൽ കൊണ്ടു ചെന്നിട്ട് പോലീസ് വിട്ടയച്ചു. ശാന്തയും രോഹിണിയും ക്ലാസ് റൂമിലിരുന്ന് ഏറെ നേരം കരഞ്ഞു. മറ്റുള്ളവരൊക്കെ എപ്പോഴാണ് പോയതെന്ന് അവർ അറിഞ്ഞില്ല. ദേവേട്ടനും വിജയേട്ടനും എവിടെയായിരിക്കും? അവരെയും പോലീസ് കൊണ്ടുപോയിരിക്കുമോ രോഹിണി? ആർക്കറിയാം. ഒത്തിരി പേരെ കൊണ്ടുപോയിട്ടുണ്ട്. പെട്ടെന്നാണ് ആ കോളേജിൽ ദേവൻ്റെയൊപ്പം പഠിക്കുന്ന ഒരുവൻ ഓടിക്കിതച്ച് അവരുടെ അരികിലേക്ക് വന്നത്. ദേവനെയും വിജയനെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നിങ്ങളെ അവർക്ക് കാണണമെന്ന് പറയുന്നു. വേഗം പുറപ്പെടണം. പോലീസുകാർ തല്ലിയ വേദന മറന്ന് കണ്ണീർ തുറച്ച് അവർ എഴുന്നേറ്റു. ആ യുവാവിൻ്റെ പിന്നാലെ ഓടുകയായിരുന്നെന്ന് പറയാം. ഗേറ്റിൽ ബസ് കാത്ത് 2-3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൂട്ടത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ മിസ്റ്റർ വില്യംസിൻ്റെ സഹോദരിയും ദേവൻ്റെ ക്ലാസ്മേറ്റുമായ മേരിയും ഉണ്ടായിരുന്നു. നിങ്ങളെവിടേക്കാ? മേരി അവരോട് ചോദിച്ചു. യുവാവ് മുന്നിൽ നടന്നിരുന്നു. വിജയേട്ടനും ദേവേട്ടനും ആശുപത്രിയിലാണെന്ന് അയാൾ വന്നു പറഞ്ഞു. ഞങ്ങൾ പോകുകയാ, ശാന്ത പറഞ്ഞു.
മേരിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവർ നടന്നു. മേരിയുടെ നെറ്റിയിൽ ചുളിവുകൾ ഉയർന്നു. അവർ എന്തോ പറയുവാൻ ഭാവിച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും യുവാവിൻ്റെ നിർദ്ദേശാനുസരണം അവർ ഒരു കാറിൽ കയറി കഴിഞ്ഞിരുന്നു. കാർ നീങ്ങി. പിന്നാലെ ഒരു ബൈക്കിൽ യുവാവും പോയി. ഡ്രൈവർ മധ്യവയസ്കനായിരുന്നു. കാർ നഗരത്തിലൂടെ വടക്കോട്ട് പാഞ്ഞു. ഏതാശുപത്രിയിലാ? രോഹിണി ഡ്രൈവറോട് ചോദിച്ചു. ഇത്തിരി വടക്ക, ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ. ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ പോലീസുകാർ പിടികൂടും. അതുകൊണ്ടാണ്. അത് സത്യമാണെന്ന് അവർ വിശ്വസിച്ചു. യുവാവ് കാറിന് പിന്നിൽ തന്നെയുണ്ട്. ഏറെ നേരം കഴിഞ്ഞ് കാർ ഒരു റബ്ബർ തോട്ടത്തിനുള്ളിലേക്കുള്ള റോഡിൽ കടന്നപ്പോൾ അവർക്ക് പരിഭ്രമമായി. വിജനമായ റോഡ്, ഇരുവശത്തും വലിയ റബ്ബർ മരങ്ങൾ. ഇവിടെയാണോ ഹോസ്പിറ്റൽ? അതെ. പൊടുന്നനെ റോഡിനരികിലെ ബോർഡ് അവർ കണ്ടു. ശ്രീനാഥ് ആൻഡ് സൺ എസ്റ്റേറ്റ്. അവരുടെ ഹൃദയത്തിലൂടെ ഒരസ്ത്രം പാഞ്ഞുപോയി. ശ്രീനാഥ് മുതലാളിയുടെ എസ്റ്റേറ്റ്. ചതി. കാർ നിർത്തൂ. ആശുപത്രി അടുക്കാറായി. ഡ്രൈവർ വികൃതമായി ചിരിച്ചു. നിങ്ങൾ ഞങ്ങളെ ചതിക്കുകയാണ്. അതെ. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവർ ചുറ്റും നോക്കി. നോക്കെത്തുന്ന ദൂരത്തെങ്ങും ഒറ്റ മനുഷ്യജീവി പോലുമില്ല. 5 മിനിറ്റിനുള്ളിൽ വലിയ ഒരു മതിൽക്കെട്ടിനുള്ളിലേക്ക് കാറും പിന്നാലെ ബൈക്കും പാഞ്ഞു കയറി. കാത്തിരുന്ന പോലെ ഒരു മനുഷ്യൻ വേഗം ഗേറ്റ് അടച്ച് ഓടാമ്പലിട്ടു. വലിയൊരു കെട്ടിടത്തിൻ്റെ പോർട്ടിക്കോവിൽ കാർ നിന്നു. തുറന്നു കിടന്നിരുന്ന വാതിൽക്കലിലൂടെ അപ്പോൾ ജയരാജനും സുഹൃത്തുക്കളും പുറത്തേക്ക് വന്നു. ഡോർ തുറന്ന് അവരെ വലിച്ചിറക്കി ബംഗ്ലാവിനുള്ളിലേക്ക് കയറ്റി. ഒപ്പം ബൈക്കിൽ വന്നവനും കൂടി. ബംഗ്ലാവിൻ്റെ വാതിൽ അടഞ്ഞു. കോളേജിൽ അടിപിടി ഉണ്ടായതിനാൽ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും നേരത്തെ തന്നെ വീടുകളിൽ മടങ്ങിയെത്തി. കുടിയേറ്റ കോളനിയിലെയും ശാന്തയും രോഹിണിയും ഒഴികെയുള്ളവർ തിരിച്ചെത്തിയിരുന്നു. സമയം കഴിയുന്തോറും കോളനി നിവാസികൾക്ക് ഉത്കണ്ഠയേറി. ഉച്ച കഴിഞ്ഞു. 4 മണിയായി. അവർ വന്നില്ല. വിജയ, നമുക്കൊന്ന് പോയി തിരക്കാം. ഞാനും അത് പറയാൻ ഭാവിക്കുകയായിരുന്നു. ദേവനും വിജയനും പെട്ടെന്ന് തയ്യാറായി. നിങ്ങൾ പോകേണ്ട, ചിലർ എതിർത്തു. സാരമില്ല, ഇനിയിപ്പോൾ പോലീസൊന്നും ചെയ്യില്ല. അവർ ബസ്സിൽ കോളേജിൻ്റെ പടിക്കലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. ഇനി എന്ത് ചെയ്യും? ആരോടാണ് തിരക്കുക? കോളേജ് പടിക്കലുള്ള കടകൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. രാവിലെ പ്രശ്നമുണ്ടായപ്പോൾ അടച്ചതാണ്. യാതൊരു ഊഹവുമില്ലാതെ അവർ നിന്നു. ഈ സമയത്ത് ഒരു കാർ അതുവഴി വന്നു. അതല്പം മുന്നോട്ട് നീങ്ങി നിന്നു. പിന്നെ റിവേഴ്സിൽ അവരുടെ അരികിലേക്ക് വന്നു. അവർ നോക്കി. തങ്ങളുടെ ക്ലാസ്മേറ്റായ മേരി, CA വില്യംസിൻ്റെ സഹോദരി. 2 പേരും കൂടി ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയല്ലോ. മേരി ചിരിച്ചു. പിന്നെ എന്തോ ഓർത്തതുപോലെ ഗൗരവത്തിൽ തിരക്കി. നിങ്ങൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട്? ആര് പറഞ്ഞു? മേരി തങ്ങളെ കളിയാക്കുകയാണെന്നാണ് അവർ കരുതിയത്. അത്ര വേഗമൊന്നും ഞങ്ങളെ ഹോസ്പിറ്റലിലാക്കുവാൻ ആർക്കും കഴിയില്ല മേരി. ഞാൻ ചോദിച്ചത് അതല്ല. നിങ്ങളുടെ കോളനിയിൽ നിന്നും BSc പഠിക്കാൻ വരുന്ന 2 കുട്ടികളുണ്ടല്ലോ, രോഹിണിയും ശാന്തയും. വിജയൻ വേഗം പറഞ്ഞു. അതെ. അവരെ ജയൻ കാറിൽ കയറ്റി കൊണ്ടുപോയത് നിങ്ങൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞാണ്. ജയൻ? ദേവൻ്റെ തലച്ചോറിൽ ഒരു തേൾ കുത്തി. ജയരാജൻ്റെ അടുത്ത കൂട്ടുകാരനാണ് ജയൻ. അവർ എവിടേക്കാണ് പോയത്? ടൗണിലേക്ക്. ഇത്രയും വിവരം തന്നതിന് നന്ദി. എങ്കിൽ ഞാൻ പോകട്ടെ. ശരി. മേരി കാർ ഓടിച്ചു പോയി. വിജയ? അവരെ അവിടെ കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത. നമ്മൾ എങ്ങനെ പോകും? കാറ് വിളിക്കാം. ഒരു ടാക്സിയിൽ അവർ എസ്റ്റേറ്റിലേക്ക് യാത്രയായി. പലപ്പോഴും ജയരാജൻ പെൺകുട്ടികളെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ കൊണ്ടുപോകാറുണ്ടെന്ന് ദേവനറിയാമായിരുന്നു. കാറിനേക്കാൾ വേഗതയിൽ അവരുടെ മനസ്സ് പാഞ്ഞു. തങ്ങൾ വൈകിപ്പോയോ? ആ നേരത്തെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ജയരാജൻ്റെയും സുഹൃത്തുക്കളുടെയും ക്രൂരമായ മാംസദാഹത്തിനിരയായ ശാന്തയും രോഹിണിയും മരണത്തോട് മല്ലിടുകയായിരുന്നു. ഷീ ഈസ് ഡെഡ്. രോഹിണിയുടെ അരികിൽ നിന്നും എഴുന്നേൽക്കവേ മിസ്റ്റർ ജയരാജൻ കൂട്ടുകാരോട് പറഞ്ഞു. മൈ ഗോഡ്, ഇനി എന്ത് ചെയ്യും? വിനോദിന് ഭയമായി. നീ മറക്കേണ്ട. ഈ ജയരാജൻ ഉള്ളപ്പോൾ ആർക്കും ഒന്നും സംഭവിക്കുകയില്ല. മറ്റവളുടെ നില എന്തായി? ജോസഫ് അല്ലേ അകത്ത്? അല്പം കഴിഞ്ഞപ്പോൾ ജോസഫ് ഇറങ്ങി വന്നു. അവൾ എങ്ങനെയുണ്ട്? ഇപ്പോഴും ചലനമുണ്ട്. എങ്കിൽ ഇനിയും താമസിപ്പിക്കേണ്ട. ജയരാജൻ ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. എസ്റ്റേറ്റിൻ്റെ വടക്കേ അതിർത്തിയിൽ ഒരു വലിയ കൊക്കയുണ്ട്. ഒരിക്കലും ആർക്കും അതിനുള്ളിൽ ഇറങ്ങുവാനാവില്ല. 2 ആളിനെയും അവിടെ കൊണ്ടുപോയി തട്ടിയേക്കാം. അയാൾ സിഗരറ്റ് പുക അലക്ഷ്യമായി ഊതിപ്പറത്തി. അത് കുഴപ്പമാകും. ജയൻ ഇടയ്ക്ക് കയറി. ഇവരെ ഞാൻ വിളിച്ചുകൊണ്ട് പോരുന്നത് കണ്ടവരുണ്ട്. മേരിയോട് ഇവർ എന്തോ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനെന്താ? നമുക്കെതിരായി കോടതിയിൽ സാക്ഷി പറയുവാൻ തയ്യാറാകുന്നവർ ആരാണെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. എങ്കിലിനി വൈകിക്കേണ്ട. അവർ 6 പേരും കൂടി യുവതികളുടെ അർദ്ധനഗ്നമായ ശരീരങ്ങൾ താങ്ങിയെടുത്ത് കിടത്തി. ജയരാജൻ ഡ്രൈവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഡ്രൈവർ തലയിളക്കിയിട്ട് കാറിൽ കയറി എസ്റ്റേറ്റിലൂടെ വടക്കോട്ട് ഓടിച്ചുപോയി. നമുക്കും ഇനി യാത്രയാകരുതോ? ഓരോ സ്മോൾ കൂടി അടച്ചിട്ട് 6 പേരും ഓരോ പെഗ് കഴിച്ചു. അനന്തരം ബംഗ്ലാവിന് വെളിയിൽ വന്നപ്പോൾ വാച്ചർ ഓടിയെത്തി. ജയരാജൻ അയാൾക്ക് 100 രൂപയുടെ ഒരു നോട്ട് കൊടുത്തു. എടോ, ഇവിടെ നടന്നതൊന്നും തൽക്കാലം ഡാഡി അറിയണ്ട കേട്ടോ. അത് പിന്നെ എനിക്കറിയില്ലേ കുഞ്ഞെ. ജയരാജനും മറ്റും ഇങ്ങോട്ട് വന്നത് ജീപ്പിലായിരുന്നു. 5 പേർ ജീപ്പിലും ജയൻ താൻ വന്ന ബൈക്കിലും കയറി. നമുക്ക് നേരായ വഴിയെ പോകണ്ട. പടിഞ്ഞാറോട്ട് പോയാൽ പാലത്തിനടുത്തെത്താം. അതുവഴി ടൗണിലേക്ക് ഇറങ്ങുവാൻ എളുപ്പമാണ്. അവർ എസ്റ്റേറ്റിലിറങ്ങി. കുറെ വടക്കോട്ട് വന്നിട്ട് പടിഞ്ഞാറോട്ടുള്ള പാതയിലേക്ക് തിരിഞ്ഞു. കഷ്ടിച്ച് ഏതാണ്ട് 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വിജയനും ദേവനും സഞ്ചരിച്ച ടാക്സി തെക്കുനിന്നും വന്നത്. ആ നേരത്തെ വാച്ചർ വീണ്ടും ഗേറ്റെടുക്കാൻ ഭാവിക്കുകയായിരുന്നു.
ഗേറ്റിന് വെളിയിൽ ടാക്സി നിന്നു. ദേവൻ ചാടിയിറങ്ങി വാച്ചറുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്തു വേണം? വാച്ചർ അയാളെ ശ്രദ്ധിച്ചു നോക്കി. ജയരാജന് മറ്റിവിടെയുണ്ടോ? ഇല്ല. അവരിവിടെ വന്നില്ലേ? വാച്ചർ ബുദ്ധിമാനായിരുന്നു. കാര്യം പറഞ്ഞിട്ട് സത്യം പറയാമെന്ന് കരുതി. എന്താ സംഗതി? പക്ഷേ അതിനു മുമ്പ് മണൽ വിരിച്ച മുറ്റത്ത് വാഹനങ്ങളുടെ ടയർ പതിഞ്ഞ പാടുകൾ ദേവൻ കണ്ടു. അയാൾ പോർട്ടിക്കോവിലേക്ക് നോക്കി. അവിടെ ശൂന്യമായിരുന്നു. പിന്നെ ആരാനിവിടെ വന്നത്? പൊടുന്നനെയുള്ള ചോദ്യം. വാച്ചർ ഒന്ന് പരുങ്ങി. ഇവിടെ ആരും വന്നില്ല. താനെന്തിനാ ഗേറ്റടയ്ക്കുന്നത്? ഞാൻ പുറത്തേക്കൊന്ന് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ ഇതടച്ച് ഓടാമ്പലിട്ടേക്കാമെന്ന് വെച്ചു. വാച്ചർ പഠിച്ച കള്ളനാണെന്ന് ദേവൻ ഉറപ്പായി. അയാൾ ഗേറ്റ് വലിച്ചു തുറന്ന് അപ്പുറത്തേക്ക് ചെന്ന് വാച്ചറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. സത്യം പറയടാ, അവരെവിടെ? വാച്ചർക്ക് ശ്വാസം മുട്ടി. ഞാനെല്ലാം പറയാം. അങ്ങനെ വഴിക്ക് വാ. ജയരാജൻ കുഞ്ഞുമൊക്കെ ഇവിടെ വന്നു. എന്നിട്ടെവിടെ പോയി? അവർ കൊണ്ടുവന്ന പെൺകുട്ടികളോ? അത് വാച്ചറുടെ മൗനം ദേവനെ വീണ്ടും കോപാകുലനാക്കി. അടി ഒന്നുകൂടി കിട്ടുമെന്ന് തോന്നിയപ്പോൾ വാച്ചർ പറഞ്ഞു. സത്യം പറഞ്ഞാൽ രണ്ടും വടിയായി കാണുമെന്നാണ് തോന്നുന്നത്. കാറിൽ കയറ്റി എവിടേക്കോ കൊണ്ടുപോയി. ദേവൻ്റെ തലച്ചോറിൽ ഒരു പൊട്ടിത്തെറിയുണ്ടായി. ചുറ്റും ഇരുൾ വ്യാപിക്കുന്നു. ഭൂമി കീഴ്മേൽ മറിയുന്നു. ഗേറ്റിന് വെളിയിൽ ഒരു വിഗ്രഹം പോലെ ചലനമറ്റു നിന്ന് വിജയൻ. തങ്ങൾ ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. അവർ എത്ര പേരുണ്ടായിരുന്നു? തളർന്ന ശബ്ദത്തിൽ ദേവൻ ചോദിച്ചു. 6. വേച്ചു പോകുന്ന കാൽവയ്പ്പുകളോടെ ദേവൻ ഗേറ്റിന് വെളിയിൽ വന്നു. ഇരുവരും വണ്ടിയിൽ കയറി. ടൗണിലേക്ക് വിട്ടേര്. ഡ്രൈവർ കാർ തിരിച്ചുവിട്ടു. ദേവനോ വിജയനോ യാതൊന്നും സംസാരിച്ചില്ല. പോലീസിൽ വിവരമറിയിക്കുന്നതിനോടൊന്നും അവർക്ക് താല്പര്യം തോന്നിയിട്ടില്ല. അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്നറിയാം. അവർ സമൂഹത്തിൽ ഉന്നതരാണ്. പണം കൊണ്ട് കളിക്കുന്നവർ. ആ പണത്തിന് കീഴിലെ എല്ലാം നിൽക്കൂ. ഇനി അറിയേണ്ടത് 6 പേർ ആരൊക്കെയാണെന്നാണ്. തങ്ങളുടെ മനസ്സാക്ഷിയാകുന്ന കോടതിയിൽ അവരെ വിസ്തരിക്കും. അനുയോജ്യമായ ശിക്ഷകൾ നൽകും. കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. ആഘോഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരെല്ലാം പിരിഞ്ഞു. ജയൻ മാത്രം ബാക്കിയായി. അയാൾ നഗരത്തിൻ്റെ പ്രാന്തത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. വ്യവസായ പ്രമുഖനായ അച്ഛൻ്റെയും മഹിളാ സമാജം പ്രസിഡൻ്റായ അമ്മയുടെയും ഏക സന്താനം. പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പട്ടണത്തിലെ ഹോട്ടലുകളിലും ബാറിലുമൊക്കെ അയാൾക്ക് അക്കൗണ്ടാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്മോൾ കൂടി അകത്താക്കണമെന്ന് ജയന് തോന്നി. അയാൾ പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ ബാറിൽ കയറി. പരിചയക്കാരനായ ബാർമാൻ അയാളോട് കുശലം പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ ചിക്കൻ ഫ്രൈയും വിസ്കിയും എത്തി. അയാൾ ഇരുന്ന ഭാഗത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. ജയൻ കുറച്ച് വിസ്കി ഗ്ലാസ്സിൽ പകർന്നിട്ട് ബിയർ പൊട്ടിച്ച് അതിലേക്ക് കലർത്തി. പെട്ടെന്നാണ് ആ ഗ്ലാസ്സിൽ മറ്റൊരു കരം പിടിക്കപ്പെട്ടത്. നടുങ്ങി തലയുയർത്തിയ ജയൻ മങ്ങിയ വെളിച്ചത്തിൽ ആ മനുഷ്യനെ കണ്ടു. അതോടെ അയാളുടെ നട്ടലിൽ ഒരു തരിപ്പുണ്ടായി. മുന്നിൽ ദേവൻ, തൊട്ടുപിന്നിൽ വിജയനും. ദേവൻ മെല്ലെ അരയിൽ നിന്ന് കടാരെടുത്ത് ജയൻ്റെ കഴുത്തിൽ സ്പർശിച്ചു. മര്യാദയ്ക്ക് പറയുന്നതിനനുസരിക്കുക. എതിർക്കുവാൻ ശ്രമിക്കരുത്. നിന്നെ കൊല്ലാനും എനിക്ക് മടിയില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ജയൻ ആ കരം തട്ടിമാറ്റി. ബാർമാൻ, ഇതാ, അയാൾ എന്നെ ആക്രമിക്കുന്നു. ജയൻ വിളിച്ചലറി. ഞൊടിയിടയിൽ ബാറിലുണ്ടായിരുന്ന മറ്റാളുകൾ പിടഞ്ഞെണീറ്റു. ബാർമാനും ബയറർമാരും ഓടിയെത്തി. ദേവൻ കത്തിവീശി. ആരും അടുത്തു വരരുത്. വന്നവർ ഒന്ന് പകച്ചു. ആൾക്കാർ കൂടുതലുണ്ട്. ദേവനും വിജയനും പരസ്പരം നോക്കി. അടുത്ത സെക്കൻഡിൽ ദേവൻ കുതിച്ചു ചാടി. ജയൻ്റെ പിന്നിലെത്തുകയും അയാളുടെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു തിരിച്ചിട്ട് കഴുത്തിൽ കടാര അമർത്തുകയും ചെയ്തു. മുന്നോട്ട് നടക്ക്. ജയന് അനുസരിക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവർ നിസ്സഹായരായി നോക്കി നിൽക്കെ ഇരുവരും ചേർന്ന് ജയനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ തക്കത്തിന് ബാർമാൻ പോലീസിന് ഫോൺ ചെയ്തു. പോലീസ് സ്റ്റേഷൻ അടുത്തു തന്നെയായിരുന്നു. പോരെങ്കിൽ ജയൻ നഗരത്തിൽ അറിയപ്പെടുന്ന ആളിൻ്റെ പുത്രനും. നിമിഷങ്ങൾക്കകം അവർ പാഞ്ഞെത്തി. അപ്പോൾ ജയനെ ഹോട്ടലിന് വെളിയിൽ കൊണ്ടു നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നു വിജയനും ദേവനും. പറയടാ, ആരൊക്കെയുണ്ടായിരുന്നു? കഴുത്തിൽ കടാരയുടെ മുനയമരുന്നു. ഞാനും ജയരാജനും, ജോസഫും വിനോദും ഷഫീഖും മോഹനനും. ദേവാ, പോലീസ്. വിജയൻ പറഞ്ഞപ്പോഴേക്കും ജീപ്പ് അവരുടെ അരികിൽ വന്ന് ബ്രേക്ക് ചവിട്ടിയിരുന്നു. വിജയ, രക്ഷപ്പെട്ടോ? ജയനെ വിട്ടിട്ട് ഇരുവരും ഓടി. ഇതിനിടെ ദേവൻ ജയനോട് വിളിച്ചു പറഞ്ഞു. നിനക്ക് ശിക്ഷ പിന്നെ തരാമടാ. ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്തെ പെട്രോൾ പമ്പാണ്. അവർ പമ്പിൻ്റെ മതിൽ ചാടി താഴത്തെ റോഡിലെത്തി. പിന്നാലെ എത്തിയ പോലീസുകാർ മതിൽ ചാടുവാൻ ധൈര്യമില്ലാതെ പകച്ചു നിന്നു. രാത്രി 12 മണിയോട് കൂടിയാണ് ദേവനും വിജയനും കുടിയേറ്റ കോളനിയിലെത്തിയത്. മറ്റുള്ള ആൾക്കാർ അവരുടെ ആഗമനവും പ്രതീക്ഷിച്ച് ഉത്കണ്ഠാകുലരായി ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടതും ആൾക്കാർ ചുറ്റും കൂടി. എൻ്റെ കുഞ്ഞിനെ കണ്ടോ? രോഹിണിയുടെ അമ്മ ഗൗരി ഓടി വന്നു. എന്ത് മറുപടി നൽകണമെന്ന് അവർക്കറിയില്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് എന്തിയേ മോനെ? നിങ്ങളാരുമെന്താ ഒന്നും പറയാത്തത്? അപ്പോഴും അവർ മിണ്ടിയില്ല. സത്യം തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് ദേവന് തോന്നി. കാരണം മറ്റെന്തെങ്കിലും പറഞ്ഞ് എത്ര കാലം ഇവരെ കബളിപ്പിക്കാനാവും? പോരെങ്കിൽ ഇനിയെങ്കിലും തങ്ങളൊരു വിപ്ലവത്തിന് തയ്യാറാകാതിരുന്നാൽ വീണ്ടും അടിക്കടി പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരികയുള്ളൂ. പണവും സ്വാധീനവുമുള്ളവരുടെ വിളയാട്ടങ്ങൾ ഇങ്ങനെ വായിച്ചുകൂടാ. ആരും ദുഃഖിച്ചിട്ട് കാര്യമില്ല. ദേവൻ സാവധാനം തുടർന്നു. നമുക്ക് ശാന്തയും രോഹിണിയും നഷ്ടമായിരിക്കുന്നു. ഒരു നിമിഷത്തെ മരവിപ്പ്. കേട്ടത് മനസ്സിലാക്കാനുള്ള നേരം. അത് കഴിഞ്ഞ് പെൺകുട്ടികളുടെ ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞു. ശാന്തയുടെ അമ്മ സ്വബോധം നഷ്ടപ്പെട്ട് പിന്നിലേക്ക് മറിഞ്ഞപ്പോൾ ആരോ താങ്ങി. എന്താണ് ഉണ്ടായതെന്ന് തെളിച്ചു പറയൂ ദേവ. മറ്റുള്ളവർക്ക് വിവരങ്ങൾ അറിയണം.
ശ്രീനാഥ് മുതലാളിയുടെ മകനും കൂട്ടുകാരും ചേർന്ന് അവരെ കൊന്നുകളഞ്ഞു. ബാക്കി പറയാനുള്ള കരുത്തില്ലാതെ ദേവൻ കുടിലിലേക്ക് ഓടിക്കളഞ്ഞു. രോഹിണിയുടെ മരണം അവളുടെ മാതാപിതാക്കളെക്കാൾ ആഘാതം ഏൽപ്പിച്ചത് ദേവനായിരുന്നു. കൊച്ചുനാൾ മുതൽ കളിച്ചു നടന്നത്, മുതിർന്നപ്പോൾ വീട്ടുകാർ പരസ്പരം വിവാഹം നിശ്ചയിച്ചിരുന്നവർ. ദേവന്റെ വേദന ചിരിതയ്ക്കും ശങ്കരനും മനസ്സിലാകുമായിരുന്നു. അവർ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് വിഫലമായതേയുള്ളൂ. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ പൊട്ടിക്കരഞ്ഞു. ഏറെ നേരം വെറുതെ കിടന്നു അയാൾ. പെൺകുട്ടികൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ചിത്രം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ദേവൻ പല്ലു ഞെരിച്ചു, സിരകൾ ത്രസിച്ചു. കയ്യിൽ കിട്ടുന്നതെല്ലാം തകർക്കാനുള്ള ഒരാവേശം. തൻ്റെ രോഹിണിയെ കൊന്നവരെ വിട്ടുകൂടാ. ആ കണ്ണുകൾ വന്യമായി തിളങ്ങി. ഇരുട്ടിൽ അയാൾ കൈകൾ പരതി. പായുടെ അറ്റത്തെ കൈ സ്പർശിച്ചു. അയാൾ പായ് വലിച്ചു കീറി. മറിച്ചല്ലായിരുന്നു വിജയൻ്റെയും നില. ശാന്തയുമായി അയാൾ സ്നേഹത്തിലായിരുന്നു, പക്ഷേ അതാരും അറിഞ്ഞില്ലെന്ന് മാത്രം. ദേവനും രോഹിണിയും ഒഴികെ. തീയിൽ വീണ പാമ്പിനെ പോലെ വിജയൻ പൊളഞ്ഞു. ഹൃദയത്തിൽ 1000 കുന്തമുനകൾ കുത്തിയിറക്കപ്പെടുന്ന പ്രതീതി. തൻ്റെ ശാന്ത, തൻ്റെ പ്രിയപ്പെട്ടവൾ. ആ കശ്മലന്മാർ അവളെ ഓർക്കുന്തോറും ഭ്രാന്ത് പിടിക്കുന്നു. കുടിയേറ്റക്കാർക്ക് അന്നും കാളരാത്രിയായിരുന്നു. നേരം പുലരുവോളം കുടിലുകളിൽ വിളക്കെരിഞ്ഞു. ചില വിളക്കുകളിലെ എണ്ണകൾ വറ്റി കരിന്തിരി എരിഞ്ഞു. എവിടെയും ദീർഘനിശ്വാസങ്ങളും തേങ്ങലുകളും. രാത്രിയിൽ തന്നെ അവർ ഒന്നുറച്ചു. രാവിലെ മുതലാളിയുടെ ബംഗ്ലാവിലേക്ക് പോകുക. കുടിയേറ്റക്കാരുടെ ജീവന് വിലയുണ്ടോ എന്നറിയണം. അവരുടെ സിരകളിലെ രക്തത്തിന് ചുവപ്പ് നിറമാണോ എന്നറിയണം. അവരുടെ ശരീരത്തിന് കരുത്തുണ്ടെന്ന് തെളിയിക്കണം. കുടിയേറ്റക്കാർ ഒരു യുദ്ധത്തിന് തയ്യാറാക്കുകയായിരുന്നു. രാത്രിയിലെ ആവരണം പൂർണ്ണമായും മാറിക്കഴിഞ്ഞപ്പോൾ കുടിയേറ്റ കോളനിയിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു. ദേവനും വിജയനും എവിടെ? അതിൽ നിന്നിറങ്ങിയ ഇൻസ്പെക്ടർ ചന്ദ്രഹാസ് അലറി. അവർക്ക് യാതൊന്നും മനസ്സിലായില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നമായിരിക്കുമെന്ന് കരുതി. എങ്കിലും അടുത്തേക്ക് ചെന്നു. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇടിവെട്ടിന് സമാനമായ ശബ്ദം കാതുകളിൽ തുളഞ്ഞിറങ്ങി. സാർ, കേരളയുടെ ജീപ്പിൽ. എന്തു കുറ്റമാണ് സാർ ഞങ്ങൾ ചെയ്തത്? ജയൻ്റെ കൊലപാതകം. കൊല ചെയ്തെന്നോ? ആര്? ഇല്ല സാർ, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാർ, ഞങ്ങൾ ബ്ലഡി റാസ്കൽ. ഇൻസ്പെക്ടർ ദേവൻ്റെ മുഖമടച്ച് ഒരടി കൊടുത്തു. അയാളൊന്ന് വട്ടം കറങ്ങി താഴെ വീണു. മുഖത്ത് നനവ്. പുറം കൈകൊണ്ട് തടവി നോക്കി. ചോര. ദേവൻ്റെ മൂക്കിൽ നിന്നും കുടുക്കുടെ ചോരത്തുള്ളികൾ ഇറ്റു വീണു. തറയിൽ നിന്നും കൈക്കുത്തി എഴുന്നേൽക്കുവാൻ ഭാവിച്ച അയാളുടെ മാറിടം നോക്കി ചവിട്ടുവാനായി കാലുയർത്തിയ എസ്.ഐ ചന്ദ്രഹാസിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശങ്കരൻ കേണു. സാറേ, എൻ്റെ മോനെ ആരെയും കൊന്നിട്ടില്ല. അവനെ ഒന്നും ചെയ്യല്ലേ. മാറട കിടട്ട് കിഴവാ. ഇൻസ്പെക്ടർ തൊഴിച്ചുകൊരു ഏറ് കൊടുത്തു. ശങ്കരൻ ദൂരെ ചെന്ന് വീണു, വല്ലാത്തൊരു വിലാപത്തോടെ. മാറി നിൽക്കടേ കിരട്ട് കിഴവി. ചന്ദ്രഹാസ് അലറി. ആ വൃദ്ധ നടുങ്ങി. എന്നിട്ട് 2 അടി പിന്നിലേക്ക് മാറി. ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടുത്ത് ജീപ്പിലിട്. ആജ്ഞ കിട്ടേണ്ട താമസം പോലീസുകാർ മുന്നിട്ട് വന്ന് അയാളുടെ കാലിലും കയ്യിലും പിടിച്ചെടുത്ത് ജീപ്പിനുള്ളിലേക്ക് ഒരു ഏറ്. അയ്യോ അമ്മേ. നടുവടിച്ച് വീണ ദേവൻ്റെ ശിരസ് സൈഡിലെ ഒരു കമ്പിയിലും ചെന്നിടിച്ചു. മോനെ. ജീപ്പിനടുത്തേക്ക് ഓടി വന്ന ശങ്കരനെ പോലീസുകാർ പിടലിലേക്ക് പിടിച്ച് ആഞ്ഞു തള്ളി. ഈ രംഗങ്ങളൊക്കെ നോക്കി നിശബ്ദം നിന്നിരുന്ന വിജയൻ്റെ കഴുത്തിലും ശക്തമായ ഒരടിയേറ്റു. കഴിവരുടെ മോനെ, കൊലപാതകം നടത്തിയിട്ട് സൂഹിക്കാമെന്നാണോ നിൻ്റെയൊക്കെ വിചാരം? പിന്നീട് ഒരു പുഴുത്തത്തെറി കൂടി വിളിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ ഒറ്റത്തൊഴി. വിജയൻ തെറിച്ചു ചെന്ന് ജീപ്പിലിടിച്ചു പിന്നിലേക്ക് വീഴവേ പോലീസുകാർ വീണ്ടും പിന്നിൽ നിന്ന് അടിച്ചെടുത്ത് ജീപ്പിലിട്ടു. അവിടെ കൂടിയ കുടിയേറ്റക്കാരെ ഇൻസ്പെക്ടർ നോക്കി അട്ടഹസിച്ചു. ഓടിപ്പോയിക്കൊള്ളി നായ്ക്കളെ, എല്ലാറ്റിനും ഞാൻ വച്ചിട്ടുണ്ട്. ആൾക്കാർ ഭീതിയോടുകൂടി പലായനം ചെയ്തു. പോലീസുകാരും എസ്.ഐയും ജീപ്പിൽ കയറി. അത് പട്ടണത്തിലേക്ക് കുതിച്ചു. ഇരുവശവും ഇരുന്ന പോലീസുകാർക്ക് നടുവിൽ താഴെ ഇരിക്കുകയായിരുന്നു ദേവനും വിജയനും. ഞങ്ങൾ പറഞ്ഞോടാ ഇരിക്കാൻ, ധിക്കാരികൾ. പറഞ്ഞു നിർത്തിയതും 2 പോലീസുകാർ അവരുടെ ശിരസ്സുകൾ പിടിച്ച് തങ്ങളുടെ കാൽമുട്ടുകൾക്കിടയിലാക്കിയിട്ട് കൈമുട്ടുകൾ കൊണ്ട് പുറത്ത് ആഞ്ഞിടിച്ചു. വേദന സഹിക്കവയ്യാതെ അവർ കരഞ്ഞുപോയി. അടക്കിനിടവായി. അതിന് സ്പെഷ്യൽ ഓരോ ഇടികൂടി. ഗ്രാമം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവനും വിജയനും അബോധാവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. സീറ്റുകൾക്കിടയിൽ കിടന്നിരുന്ന അവരുടെ മുകളിലേക്ക് കാലുകൾ കയറ്റിവെച്ച് പോലീസുകാർ സുഖമായിരുന്നു. സ്റ്റേഷനിലെത്തിയിട്ടും അവർ ഉണർന്നില്ല. എടുത്ത് ലോക്കപ്പിലിട്ടര്, എപ്പോഴെങ്കിലും ബോധം വീഴും. ഇൻസ്പെക്ടർ തൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയി. കെയിനും തൊപ്പിയും മേശപ്പുറത്ത് വെച്ചിട്ട് കസേരയിലിരുന്ന് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. പിന്നീട് ഫോണിലൂടെ CIയുമായി ബന്ധപ്പെട്ടു. കൊലയാളികളെ അറസ്റ്റ് ചെയ്തു സാർ. ഗുഡ്. മിസ്റ്റർ ശ്രീനാഥ് മുതലാളി ചില ദൗത്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. അത് സാധിച്ചു കൊടുത്താക്കാമെന്ന് പറഞ്ഞേക്കൂ. കൂടുതൽ വിവരം ഞാൻ പിന്നീട് പറയാം. യെസ് സാർ. നിങ്ങളിനി എന്ത് ചെയ്യാൻ ഭാവിക്കുന്നു? മരണമടഞ്ഞ ജയൻ്റെ മൃതദേഹം ഇതുവരെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടില്ല. ഇൻക്വസ്റ്റ് തയ്യാറാക്കുവാൻ HC പോയിട്ടുണ്ട്. ഞാനും അവിടേക്ക് പോകുന്നു. ഓക്കെ. റിസീവർ വെച്ചിട്ട് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. പിന്നെ കെയിൻ കയ്യിലിട്ട് തിരിച്ചുകൊണ്ട് SI ചന്ദ്രഹാസ് പുറത്തേക്ക് നടന്നു. ഇവന്മാർക്ക് സ്വബോധമുണ്ടാകട്ടെ. ഇനി ഞാൻ വന്നിട്ട് ചോദ്യം ചെയ്യാം. ശരി സാർ. 2 പോലീസുകാരെയും കൂട്ടി അയാൾ ജയൻ്റെ വസതിയിലേക്ക് പോയി. അവിടെ വലിയ തിരക്കായിരുന്നു. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ പുത്രനല്ലേ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉന്നത തലങ്ങളിലുള്ള പലരും വിഷാദം പ്രകടമായ മുഖങ്ങളുമായി അവിടെ ഉണ്ടായിരുന്നു.
സ്വന്തം മുറിക്കുള്ളിൽ തന്നെയാണ് ജയൻ മരിച്ചു കിടന്നത്. കിടക്കയിൽ ഒരു ഭാഗത്ത് മലർന്ന് അയാളുടെ നെഞ്ചിൽ കടാര കൊണ്ട് കുത്തിയ അനേകം പാടുകളുണ്ടായിരുന്നു. ആ മുറിവുകളിൽ നിന്നെല്ലാം ഒഴുകിയ ചോര വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്നു. കണ്ണുകൾ തുറച്ച് നാവോ ഒരു വശത്തേക്ക് നീട്ടി ബീഭത്സതയുള്ള ശവശരീരം. ജയരാജനും മറ്റു സുഹൃത്തുക്കളോ ഒരു ഭാഗത്തു നിന്ന് എന്തോ അടക്കം പറയുന്നു. FIR തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ആംബുലൻസ് എത്തിയ ഉടനെ പ്രേതം അതിൽ കയറ്റി. ജീപ്പിൽ കയറുവാൻ ഭാവിച്ച SIയുടെ അടുത്തേക്ക് ജയരാജൻ വന്നു. സാർ, ആ ദേവനെയും വിജയനെയും അറസ്റ്റ് ചെയ്യണം. അവരാണിത് ചെയ്തതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവരെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി കഴിഞ്ഞു മിസ്റ്റർ ജയരാജൻ. ജയരാജൻ്റെ മുഖം തെളിഞ്ഞു. ഓ സാർ, യെസ്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നി ജയരാജന്. താങ്ക് യു സാർ. തീർച്ചയായും താങ്കൾ കർമ്മധീരൻ തന്നെ. ഡാഡിയെ കൊണ്ട് ഞാൻ മിനിസ്റ്ററോട് പറയിപ്പിക്കുന്നുണ്ട്. താങ്കൾക്ക് പ്രൊമോഷൻ ഷുവർ. താങ്ക് യു മിസ്റ്റർ ജയരാജൻ. ഞാൻ വരട്ടെ. ഇൻസ്പെക്ടർ ജീപ്പിൽ കയറി. അത് അകന്നുപോയി. ഉച്ചയ്ക്ക് ശേഷം വമ്പിച്ച ഒരു ജനാവലിയുടെ അകമ്പടിയോടെ ജയൻ്റെ മൃതദേഹം സംസ്കരിച്ചു. ദേവനും വിജയനും സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ 12 മണി കഴിഞ്ഞിരുന്നു. ലോക്കപ്പിനുള്ളിൽ അവരുടെ ഞരക്കം കേട്ടപ്പോൾ ഒരു പോലീസുകാരൻ തലയുയർത്തി നോക്കി. മക്കൾ ഉണർന്നോടാ? പരവേശരായ അവർ ഒരിറ്റു ജലത്തിനു വേണ്ടി പോലീസുകാരോട് കേണു. നിനക്കൊക്കെ വെള്ളമോ? മിണ്ടാതെ അവിടെ കിടന്നുകൊള്ളണം, അല്ലെങ്കിൽ നാവ് പിഴുതെടുത്ത് കളയും ഞാൻ. ഒരാൾ മീശ ചുരുട്ടി. ഞങ്ങൾ മരിച്ചു പോകും സാർ. നീയൊക്കെ മരിച്ചാലും ഈ ഇന്ത്യ മഹാരാജ്യത്തിന് യാതൊരു കോട്ടവും തട്ടത്തില്ലടാ. അത്രയും ഭാരം ഒഴിഞ്ഞെന്ന് ആശ്വസിക്കുകയല്ലാതെ. ശരീരത്തിലാകമാനം വേദന. ഒന്ന് തിരിയുവാൻ പോലും ഇരുവർക്കും പ്രയാസമായിരുന്നു. വസ്ത്രങ്ങളിൽ അങ്ങിങ്ങായി പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം. സാറേ, ദയവ് ചെയ്ത് ഒത്തിരി വെള്ളം തരൂ. പോലീസുകാർ പരസ്പരം നോക്കി. ഏമാൻ ഇല്ലാത്ത നേരമല്ലേ, നമുക്കൊത്തിരി വെള്ളം കൊടുക്കാം. ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് പോലീസുകാരാടോ. ഒരാൾ 2 ഗ്ലാസുകൾ കൊണ്ടുവന്നു. ഒരാൾ ലോക്കപ്പ് തുറന്നു. 2 പേർ ഗ്ലാസുകളിൽ മൂത്രം ഒഴിച്ചു. ഓരോരുത്തരിങ്ങ് ഇറങ്ങിനടാ, വെള്ളം തരാം. മരിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കാതെ മരിച്ചെന്ന് വരരുതല്ലോ. ആദ്യം ലോക്കപ്പിൻ്റെ പുറത്തേക്ക് വേച്ചു പോകുന്ന കാലടികളോടെ ഇറങ്ങി വന്നത് വിജയനാണ്. അവിടെ ഇരിക്കെ. അയാൾ തറയിലിരുന്നു. ഒരു പോലീസുകാരൻ പിന്നിൽ നിന്ന് അയാളുടെ തലയ്ക്ക് പിടിച്ച് മുകളിലേക്ക് തിരിച്ച് കവിളിൽ ഞെക്കി വായി തുറപ്പിച്ചപ്പോൾ മറ്റൊരാൾ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല ചൂടോടെ കുടിച്ചോ, സർവ്വക്ഷീണവും മാറും. ജലത്തിനു വേണ്ടി യാചിച്ചവന് മൂത്രം കൊടുക്കുക. അത് തുപ്പിക്കളയാൻ വിജയൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. വലിയ ആൾക്കാരൊക്കെ കുടിക്കുന്ന സാധനമാ, നിനക്കെന്താ ഒരു വൈക്ലഭ്യം? ആ ഗ്ലാസ് ഒഴിഞ്ഞപ്പോഴാണ് അവർ അയാളെ വിട്ടത്. വരിഞ്ഞഴിഞ്ഞ് ലോക്കപ്പിനുള്ളിലേക്ക് കയറിയതും ശക്തമായ മനംപുരട്ടൽ. വിജയൻ ഛർദ്ദിച്ചു പോയി. അത് കണ്ട് പോലീസുകാർ പൊട്ടിച്ചിരിച്ചു, കാലദൂതന്മാരെ പോലെ. അടുത്തവൻ ഇറങ്ങി വാടാ. വിജയന് നേരിടേണ്ടി വന്നത് നേരിൽ കണ്ട ദേവൻ പുറത്തു വരാൻ മടിച്ചു. എടാ, ഇറങ്ങി വരാൻ. ഒരു പോലീസുകാരൻ വിജയൻ്റെ ഛർദിൽ കൂടി ദേവനെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. അയാളുടെ ശരീരമാകെ ഛർദിൽ പറ്റിപ്പിടിച്ചു. ദേവനെയും അവർ മൂത്രം കുടിപ്പിച്ചു. ലോക്കപ്പിൽ കയറിയതേ അയാളും ശ്രദ്ധിച്ചു. ലോക്കപ്പ് മുഴുവനും ഇവന്മാർ നശിപ്പിച്ചല്ലോ. പോലീസുകാർ അനന്തകരുണ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. എടാ, പോലീസ് സ്റ്റേഷന് മാന്യമായ വസ്ത്രദാനത്തിൻ്റെയൊന്നും ആവശ്യമില്ല. അഴിക്കടാ ഷർട്ട്. അവർ അനുസരിച്ചു. ഇനി മുണ്ട് വഴിക്കേ. അതും ചെയ്തു. അവ കൊണ്ട് ഈ ഛർദിൽ വൃത്തിയായി തുറച്ചു മാറ്റ്. നിനക്കൊക്കെ വൃത്തിക്കേടാക്കി ഇടുവാനെന്താ? ഇത് നിൻ്റെയൊക്കെ തറവാട്ട് വകയാണോ? അവർ തങ്ങളുടെ വസ്ത്രം കൊണ്ട് ലോക്കപ്പിനുൾവശം തുറച്ച് വൃത്തിയാക്കി. വസ്ത്രം മൂലയിലിട്ടേര്. പോലീസുകാർ പിന്തിരിഞ്ഞു. വസ്ത്രങ്ങൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ അടിയും ഇടിയുമൊക്കെ കണ്ടതിൻ്റെ പാടുകൾ അവർ കണ്ടു. രക്തം കട്ടിയായി കിടക്കുന്നു. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദേവാ ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? വിജയൻ്റെ സ്വരമിടറി. നാം കുടിയേറ്റക്കാരല്ലേ, പട്ടികൾക്ക് തുല്യർ. നമ്മുടെ ഒന്നിന് മാത്രമേ വിലയുള്ളൂ, വോട്ടിന്. നമ്മുടെ മണ്ഡലത്തിൽ നിന്നും രാമാനന്ദന് 92 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായതും അയാൾ എക്സൈസ് മന്ത്രിയായതും കുടിയേറ്റക്കാരുടെ സഹകരണം കൊണ്ടാണ്. ഇലക്ഷൻ സമയത്ത് എത്ര തവണ അവിടെ വന്നു, നമുക്ക് എത്രയെത്ര വാഗ്ദാനങ്ങൾ തന്നു. ജയിച്ചു കഴിഞ്ഞിട്ട് അയാളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ജയനെ കൊന്നത് ആരായിരിക്കും? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതോ വൈരാഗ്യമുള്ളവൻ ഈ അവസരം ശരിക്കും വിനിയോഗിച്ചു. നമ്മൾ ഇന്നലെ അവനെ ഹോട്ടലിൽ നിന്നും പിടിച്ചിറക്കിയതിന് സാക്ഷികളുണ്ടല്ലോ. അപ്പോൾ കുറ്റം നമ്മുടെ തലയിലായി. മിണ്ടാതിരിക്കണടാ റാസ്കൽസ്, ഒരു പോലീസുകാരൻ ഗർജിച്ചു. അവർ മൂകരായി. ജയൻ്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ടാണ് ഇൻസ്പെക്ടർ ചന്ദ്രദാസ് എത്തിയത്. അകത്തേക്ക് കയറിയപ്പോഴേ ചോദിച്ചു. അവർ എഴുന്നേറ്റോ? ഓ സാർ. വിശപ്പിന് എന്തെങ്കിലും കൊടുത്തോ? ഇല്ല സാർ. ഒരു കാര്യം ചെയ്യേ, പിള്ളച്ചൻ്റെ കടയിൽ രാവിലത്തെ ഉണക്കമുട്ടുണ്ടെങ്കിൽ കുറച്ച് വാങ്ങിക്കൊണ്ടുവാ. ഇത്തവണ ചോദ്യം ചെയ്യൽ സ്വല്പം മാന്യതയോടെ ആകട്ടെ. സ്റ്റേഷനിൽ വരുന്നവരോട് മാന്യമായി പെരുമാറണമെന്നാണ് പുതിയ മന്ത്രിയുടെ ഉത്തരവ്. കോൺസ്റ്റബിൾ ഉണക്കപ്പുട്ട് കൊണ്ടുവന്നു. അവരെ ലോക്കപ്പിൽ നിന്ന് ഇറക്ക്. 2 പോലീസുകാർ അവരെ വലിച്ചിറക്കി പുറത്തിട്ടു. എന്തടാ, തുണി എടുക്കാതെയാണോ സ്റ്റേഷനിൽ കഴിയുന്നത്? SI ചിരിച്ചു. സാറേ, അവർ ലോക്കപ്പിലാകെ ഛർദ്ദിച്ചു. ഞങ്ങൾ തുണി ഉരിപ്പിച്ച് തിളപ്പിച്ചതാ. അത് നന്നായി. SI തൊപ്പിയൂരി പോലീസുകാരനെ ഏൽപ്പിച്ചു. പിന്നെ ചോദ്യം ചെയ്യുവാൻ തയ്യാറായി. SI ചന്ദ്രഹാസ് ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്നു. ദേവനും വിജയനും തങ്ങൾ അടുത്തതായി നേരിടേണ്ടത് ഏതോ പ്രതിസന്ധിയാണെന്നറിയാതെ സംശയിക്കുകയായിരുന്നു. ഇരിക്കണടാ അവിടെ. SIയുടെ ആജ്ഞ. അവർ തറയിലിരുന്നു. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ?
ഇരുവരും ഒന്നും പറഞ്ഞില്ല. മറുപടി എന്തായാലും കിട്ടുവാൻ പോകുന്നത് മർദ്ദനമാണെന്ന് അവർക്കറിയാം. പിന്നെ മൂത്രം കുടിച്ചെന്ന് കൂടി പറഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? എന്താണോ മിണ്ടാത്തത്? ചന്ദ്രഹാസ് ഷൂസിട്ട കാൽ തറയിൽ ആഞ്ഞു ചവിട്ടി. ഒന്നും കഴിച്ചില്ല, ദേവൻ പെട്ടെന്ന് പറഞ്ഞു. ശങ്കരപ്പിള്ളേ, SI വിളിച്ചു. സാർ, ആ പുട്ട് ഇങ്ങെടുത്തു കൊണ്ടുവാ. വൃത്തികെട്ടതും ചുളുങ്ങി ചുരുണ്ടതുമായ 2 തകര പാത്രങ്ങളിൽ ഓരോ കുറ്റിപ്പുട്ട് അവരുടെ മുന്നിൽ ശങ്കരപ്പിള്ള കൊണ്ടുവന്നു വെച്ചു. കഴിക്കണടാ. അല്പം മധുരമോ കുടിക്കാൻ ഇത്തിരി വെള്ളമോ ഇല്ല, പോരെങ്കിൽ പുട്ട്. ഇരുവരും കുറേശ്ശെ എടുത്ത് വായിലിട്ട് വിഴുങ്ങി. പക്ഷേ പിന്നീട് ഒരൽപ്പം പോലും കഴിക്കുവാൻ സാധിച്ചില്ല. ചീ, തിന്നാതെ നോക്കിയിരിക്കുന്നോടാ, HC പറഞ്ഞു. നിനക്കൊക്കെ പാലും പഴവും കൂടി കൊണ്ടുവന്ന് തരാം. ശ്വാസം കഴിക്കുവാനാകാത്ത രീതിയിൽ തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുകയാണ്. അവർക്ക് അനങ്ങുവാൻ പോലും കഴിഞ്ഞില്ല. മതിയെങ്കിൽ എഴുന്നേൽക്കണടാ. അവർ എഴുന്നേറ്റു. വെള്ളം വേണോ? വേണമെന്ന് അവർ തലയാട്ടി. ശങ്കരപ്പിള്ളേ, വെള്ളം കൊടുക്ക്. വരീനടാ. HCയും മറ്റൊരാളും കൂടി അവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അനന്തരം 2 പേര് ഓരോ കുടം വെള്ളം എടുത്തു. അവരെ തറയിലിരുത്തിയിട്ട് തലയിലൂടെ വെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് കുടിച്ചില്ലേ? അവർ പൊട്ടിച്ചിരിച്ചു. കുടിയേറ്റക്കാരാണ്, പോരെങ്കിൽ വിദ്യാസമ്പന്നരും. ദാഹം ഏറും. എഴുന്നേറ്റ് ലോക്കപ്പിലേക്ക് നടക്കണടാ കഴിവേറികളെ. നനഞ്ഞൊലിച്ച് ആടിയാടി ലോക്കപ്പിലേക്ക് അവർ നടന്നു. മുഖത്തുകൂടി ഒഴുകി വന്ന വെള്ളം നാവ് കൊണ്ട് ഒപ്പിയിട്ട് അവർ ദാഹമടക്കി. ഛേ, സ്റ്റേഷനിൽ നനഞ്ഞൊലിച്ച് നിൽക്കുന്നോ? നേരത്തെ ആ മൂലയിലിട്ട തുണിയെടുത്ത് തല തോർത്തിനടാ. മറ്റൊരാളുടെ വക. അനുസരിക്കാതെ എന്തു ചെയ്യും? കടുവകൾക്കിടയിൽ അകപ്പെട്ട മാനുകളെ പോലെയായിരുന്നു അവർ. ഛർദിൽ തുറച്ചിട്ട ആ വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ശരീരവും തോർത്തേണ്ടി വന്നു. ഈ സമയത്ത് ഓഫീസ് റൂമിൽ പുറത്തുനിന്നും വാങ്ങിക്കൊണ്ടുവന്ന പൊറോട്ടയും മുട്ടൻ ചപ്സും ചായയും കഴിക്കുകയായിരുന്നു SI ചന്ദ്രഹാസ്. രാത്രി തന്നെ ഇവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കണം. നാളത്തെ പത്രത്തിൽ വാർത്ത വരണം, അയാൾ തീരുമാനിച്ചു. ചന്ദ്രഹാസ് എഴുന്നേറ്റ് കൈ കഴുകിയപ്പോഴേക്കും മുറ്റത്ത് ഒരു മാരുതി കാർ വന്നു നിന്നു. അതിൻ്റെ പിന്നിലെ ഡോർ തുറന്ന് തടിച്ച ഫ്രെയിമുള്ള കണ്ണടയും മുണ്ടും ജുബയും ധരിച്ച കഷ്ണിക്കാരനായ മധ്യവയസ്കൻ ഇറങ്ങി. ശ്രീനാഥ് മുതലാളി. അയാൾ നേരെ സ്റ്റേഷനിലേക്ക് കയറി വന്നു. പാറാവ് നിന്നിരുന്ന പോലീസുകാരൻ ഭവ്യതയോടെ ചിരിച്ചു. SI ഉണ്ടോ? ഉണ്ട് മുതലാളി. അനുവാദത്തിന് കാത്തു നിൽക്കാതെ ചന്ദ്രഹാസിൻ്റെ ഓഫീസ് റൂമിലേക്ക് മുതലാളി കയറി. ആഹാ, ഭക്ഷണം കഴിച്ചതേയുള്ളോ? ചിരിച്ചുകൊണ്ട് ചന്ദ്രഹാസ് പാത്രങ്ങളെടുത്ത് മുറിയുടെ മൂലയിലേക്ക് മാറ്റിവെച്ചു. ശ്രീനാഥ് മുതലാളി കസേരയിലിരുന്നു. ചന്ദ്രഹാസും അയാൾക്കെതിരായി ഉപവിഷ്ടനായി. മുതലാളി ഇപ്പോൾ വരേണ്ടതായി വന്നു. ശ്രീനാഥ് ഒരു ചുരുട്ട് കത്തിച്ചു. ആ കൊലയാളികളെ അകത്താക്കിയല്ലോ? ഓ യെസ്. അവർ കുറ്റം സമ്മതിച്ചോ? ഇതുവരെയില്ല. കാരണം ഞാൻ ചോദ്യം ചെയ്തില്ല. അവന്മാർ കാഞ്ഞ പുള്ളികളാണ്. അത്ര വേഗമൊന്നും സത്യം പറയുകയില്ല. അവരെക്കാൾ കൊമ്പന്മാരെ മുട്ടുകുത്തിച്ചിട്ടുള്ളവനാ ഈ ചന്ദ്രഹാസ്. അതെനിക്കറിയാം ചന്ദ്രഹാസ്. പിന്നെ ഒരു പ്രത്യേക കാര്യം. അതെന്താ? ഇൻസ്പെക്ടറും ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ചോദിക്കുവാൻ മറന്നു. മുതലാളിക്ക് കഴിക്കുവാൻ? താങ്ക്സ്, ഇപ്പോഴൊന്നും വേണ്ട. മുതലാളി തുടർന്നു. ഇത് എൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. യാതൊരു കാരണവശാലും അവർ രക്ഷപ്പെട്ടുകൂടാ. അങ്ങനെ വന്നാൽ ഏറെ പ്രയാസമുണ്ടാകുന്നത് എനിക്കാണ്. മനസ്സിലായില്ല? കഴിഞ്ഞൊരു ദിവസം ഞാനും ഇവരും തമ്മിൽ ഒന്നിടഞ്ഞു. എന്നെ മർദ്ദിക്കുവാൻ പോലും അവർ തയ്യാറായതാണ്. അതേന്നേ. എനിക്ക് കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കണമെങ്കിൽ ഇവർ പുറത്തു വരരുത്. അതൊക്കെ ഞാനേറ്റു. പക്ഷേ ഇപ്പോൾ ഇവർ കുറ്റം സമ്മതിച്ചാലും കോടതിയിലെത്തുമ്പോൾ സാക്ഷികൾ ആവശ്യമാണ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. എത്ര സാക്ഷികളെ വേണമെങ്കിലും ഹാജരാക്കാം. എങ്കിൽ ഞാൻ വരട്ടെ. ബൈ, നാളെ ചന്ദ്രഹാസ് എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. ഷുവർ. ഇരുവരും പരസ്പരം കൈ കൊടുത്തു. മുതലാളി ഇറങ്ങിപ്പോയി കാർ ഗേറ്റ് കടന്നു പോകുന്നത് ചന്ദ്രഹാസ് നോക്കി നിന്നു. നല്ല ഒരു ഇരയാണ് ശ്രീനാഥ് മുതലാളി എന്ന് ഇൻസ്പെക്ടർക്ക് തോന്നി. അയാൾ മനസ്സ് വച്ചാൽ തനിക്ക് ഒരു ഭാവിയുണ്ട്. 75,000 രൂപ പലർക്കായി കൈക്കൂലി കൊടുത്തിട്ടാണ് തനിക്ക് ഈ ജോലി കിട്ടിയത്. ആ പണമൊക്കെ തിരികെ എത്തണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ താനും തയ്യാറായേ മതിയാകൂ. നേരം സന്ധ്യ മയങ്ങിത്തുടങ്ങി. റോഡിലെ വിളക്കുകാലിലെ വെളിച്ചം അയാൾ കണ്ടു. നഗരത്തിൽ തിരക്കേറിയിരിക്കുന്നു. ഇനി ചോദ്യം ചെയ്യൽ കുറെ കൂടി കഴിഞ്ഞിട്ടാവാം. വെറുതെ ബൈക്കിൽ നഗരത്തിലൊക്കെയൊന്ന് ചുറ്റിക്കറങ്ങി ചില സുഹൃത്തുക്കളെ കണ്ടിട്ട് തിരികെ എത്തിയത് 9 മണിക്കാണ്. നേരെ സെല്ലിനടുത്തേക്ക് ചെന്നു. ദേവനും വിജയനും തറയിൽ കുത്തിയിരുന്ന് കാലുകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി ഉറങ്ങുകയായിരുന്നു. സെല്ലിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന ശബ്ദം കേട്ടപ്പോൾ അവർ തല ഉയർത്തി നോക്കി. ഇൻസ്പെക്ടറെ കണ്ടപ്പോൾ ഭവ്യതയോടെ എഴുന്നേറ്റ് നിന്നു. കഴിവതും കുറ്റവാളികളോട് മാന്യമായി പെരുമാറണമെന്നാണ് എൻ്റെ വിചാരം. ചന്ദ്രഹാസ് അവരെ മാറി മാറി നോക്കി. എൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തന്നാൽ നിങ്ങൾക്ക് തല്ലി മേടിക്കാതിരിക്കാം. അവർ ഒന്നും പറഞ്ഞില്ല. സെല്ലിന് പുറത്ത് HCയും മറ്റു ചിലരും വന്നു നിന്നു. പറയൂ, നിങ്ങളെപ്പോഴാണ് ജയനെ കൊന്നത്? ഇല്ല സാർ, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല, തൊഴിൽക്കൈകളോടെ ദേവൻ പറഞ്ഞു. ഇൻസ്പെക്ടർ ശാന്തത നടിച്ചു നിന്നു. എല്ലാ കുറ്റവാളികളും ആദ്യം ഇത് തന്നെയാണ് പറയാറുള്ളത്. അതിരിക്കട്ടെ, നിങ്ങൾക്ക് അയാളോട് വൈരാഗ്യം ഉണ്ടാക്കുവാനുള്ള കാരണം? ഞങ്ങൾക്ക് അയാളോട് പകയുണ്ടായിരുന്നു എന്നത് സത്യമാണ് സാർ. പക്ഷേ ഞങ്ങൾ അയാളെ വധിച്ചിട്ടില്ല. എൻ്റെ ചോദ്യത്തിന് ഉത്തരമായില്ല. സത്യം പറയാം സാർ, ഞങ്ങളുടെ കോളനിയിലെ 2 പെൺകുട്ടികളെ അയാൾ വിളിച്ചുകൊണ്ടുപോയി. പിന്നെ അവർ കൂട്ടുകാർ ഒന്നു ചേർന്ന് അവരെ നശിപ്പിച്ചിട്ട് കൊന്ന് എവിടെയോ കളഞ്ഞു സാർ. എന്നിട്ട് നിങ്ങളെന്താ പോലീസിൽ പരാതിപ്പെടാതിരുന്നത്?
ആ ചോദ്യത്തിന് മുമ്പിൽ ദേവൻ പരുങ്ങി. പരാതി കൊടുത്താലും തങ്ങൾ പാവപ്പെട്ടവരായതിനാൽ നീതി കിട്ടുകയില്ലെന്നുള്ളത് സത്യം. പക്ഷേ അത് പറഞ്ഞാൽ പുറത്ത് അടി വീഴും. എന്താടാ മിണ്ടാത്തത്? അതിന് കഴിഞ്ഞില്ല സാർ. ഞങ്ങൾ ഉടനെ കോളനിയിലേക്ക് പോവുകയാണ് ചെയ്തത്. നിങ്ങൾ ഇന്നലെ വൈകിട്ട് ജയനെ ഹോട്ടലിൽ നിന്നും പിടിച്ചിറക്കിയത് കൊലപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ലേ? അല്ല സാർ, അവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയാനായിരുന്നു. കള്ളം. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ അയാളെ കൊല്ലുവാൻ ഉപയോഗിച്ച കടാര എവിടെ? ഞങ്ങൾ അവനെ കൊന്നില്ല സാർ. പടക്കം പൊട്ടുന്നതുപോലെ ഒരടി ദേവൻ്റെ കവിളിൽ വീണു. നേരത്തെ ചതഞ്ഞിരുന്ന ശരീരത്തിൽ മുള്ളുകൾ ആഴ്ന്നിറങ്ങുന്നത് പോലെയുള്ള വേദന. അയാൾ ഭിത്തിയിലേക്ക് ചാരി. പിന്നെയും അടി കിട്ടി. സത്യം പറയടാ. ഞാൻ സത്യമാണ് സാർ പറഞ്ഞത്. ആഹാ. ഇൻസ്പെക്ടർ ദേവൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചു വട്ടം കറക്കി ഭിത്തിയിലിടിച്ചു. എന്നിട്ടും അയാൾ കുറ്റമേൽക്കാതെ വന്നപ്പോൾ കാൽമുട്ട് മടക്കി അടിവയറ്റിൽ ഒറ്റയിടി. അമ്മേ. വയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് തറയിൽ വീണ ദേവൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു. വെള്ളം കൊണ്ടുവന്ന് ഇവൻ്റെ മുഖത്ത് തളിക്കണോ? പോലീസുകാരിൽ ഒരാളോട് കോപാകുലനായ രാക്ഷസനെ പോലെ ഇൻസ്പെക്ടർ ആക്രോശിച്ചു. അടുത്തത് വിജയനെ ചോദ്യം ചെയ്യലായിരുന്നു. അയാളുടെ കുറ്റം മേൽക്കാത്തതിനെ തുടർന്ന് മർദ്ദനത്തിൻ്റെ പൊടിപൂരം. അയാളുടെ മൂക്കിലൂടെയും വായിലൂടെയും രക്തമൊഴുകി. കുറ്റമേറ്റാൽ കുറച്ചു കാലം കൂടി ജീവിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ ജയനെ കൊന്നിട്ടില്ല സാർ. കള്ളക്കഴുവേറി. നീ പിന്നെയും അത് തന്നെ പറയുന്നോ? കെയിൻ കൊണ്ട് വാരിയലുകൾക്കിടയിൽ ആഞ്ഞൊരു കുത്ത്. വിജയൻ്റെ തലയിൽ അനേകം നക്ഷത്രങ്ങൾ പൊട്ടിച്ചിതറി. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ഉരുണ്ട് അയാൾക്ക് ചുറ്റും ഭ്രമണം ചെയ്തു. സെല്ല് കീഴ്മേൽ മറിയുകയാണോ? പോലീസുകാരൻ മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ ദേവൻ ഉണർന്നു. കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്രയോഗം. ഇരുവരെയും ഭിത്തിയിൽ ചാരി കാൽ നീട്ടിയിരുത്തി. എന്നിട്ട് ഒരു പോലീസുകാരൻ കാൽ വെള്ളകളിൽ ആഞ്ഞാഞ്ഞടിച്ചു. ലാത്തി കൊണ്ടുള്ള പ്രഹരം. വേദനയോടെ അവിടെ കിടന്നവർ പുഴുവിനെ പോലെ പുളഞ്ഞു. അയാൾ അടി നിർത്തിയില്ല. കാൽവെടകൾ പൊട്ടി ചോരയൊഴുകി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? കൊല ചെയ്ത കടാര എവിടെ? ഞങ്ങൾ കൊല ചെയ്തില്ല സാർ. ആഹാ. SI പുറത്തേക്കിറങ്ങി. പോലീസുകാർ അകത്തേക്ക് വന്നു. അവർ ദേവൻ്റെയും വിജയൻ്റെയും മുടി വലിച്ച് പിഴുതു തുടങ്ങി. ലോക്കപ്പിനുള്ളിൽ 2 ജീവനുകൾ പന്താടപ്പെടുന്നു. അവരുടെ മുറവിളി ആരും ചെവിക്കൊണ്ടില്ല. പോലീസുകാർക്ക് ഒരു സിനിമ ഗാനം കേൾക്കുന്ന സുഖം. അവർ ദേവൻ്റെ അടിവയറ്റിൽ ലാത്തി കൊണ്ട് കുത്തി. കൈവിരലുകൾ പിടിച്ചൊടിച്ചു. ഇവർ പഠിച്ച കള്ളന്മാരാണ് സാറേ. അവസാനം HC ശങ്കരപ്പിള്ള SIയോട് പറഞ്ഞു. ഞാൻ മറ്റൊരു മരുന്ന് നൽകട്ടെ? ആയിക്കോട്ടെ. HC കുറേ മുട്ടുസൂചികളും ചുറ്റികയുമായി വന്നു. സത്യം നീയൊക്കെ തനിയെ പറയും. പോലീസുകാർ ദേവൻ്റെ കാൽ പിടിച്ചു നീട്ടി. HC നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റി. ആ. അയാൾ ഉറക്കെ അലറി. മുറിക്കുള്ളിൽ കിടന്നിരുന്ന അവരുടെ തുണിയെടുത്ത് ഒരു പോലീസുകാരൻ വായിൽ കുത്തിത്തിരുകി. വീണ്ടും മുട്ടുസൂചി പ്രയോഗം തുടർന്നു. പറയടാ, എപ്പോഴാണ് കൊന്നത്? മറുപടിക്ക് വേണ്ടി തുണിയെടുത്തു മാറ്റി. ഇല്ല, ഞങ്ങൾ കൊന്നിട്ടില്ല. ഇതുകൊണ്ട് രക്ഷയില്ല. HC മുരണ്ടു. അയാൾ കൊടിൽ ഉപയോഗിച്ച് അവരുടെ കൈക്കാലുകളിലെ നഖങ്ങൾ പിഴുതെടുത്തു തുടങ്ങി. തീയിൽ വീണ പാമ്പിനെ പോലെ അവർ പിടയുകയാണ്. പോലീസുകാരുടെ മനസ്സലിഞ്ഞില്ല. അവർ പുതിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കി. എന്തൊക്കെയായിട്ടും കൊലപാതക കുറ്റം അവർ ഏൽക്കുന്നില്ല. ശങ്കരപ്പിള്ളേ, എന്തായി? ഇൻസ്പെക്ടർ വീണ്ടും വന്നു. എങ്ങനെയും ഇവരെ കൊണ്ട് സമ്മതിപ്പിച്ചേ മതിയാകൂ. ഇവർ മൂത്ത പുള്ളികളാ സാറേ. ഓഹോ. SIയും ലോക്കപ്പിനുള്ളിൽ കയറി. ശരീരമാസകലം ചോരയൊലിക്കുന്ന കുടിയേറ്റ ചെറുപ്പക്കാർ. പുച്ഛത്തോടെ SI അവരെ നോക്കി. കാക്കി കുപ്പായത്തിനുള്ളിലെ തൻ്റെ ശരീരത്തിനായിരുന്നു ഈ സ്ഥിതിയെങ്കിൽ എന്നയാൾ ചിന്തിച്ചില്ല. തന്നെ പോലെ ഇവരും മനുഷ്യരാണെന്ന് അയാൾ ഓർത്തില്ല. ശങ്കരപ്പിള്ളേ. സാർ. അവസാന കൈ നോക്കാം. 2 പച്ച ഇറുക്കിൽ കൊണ്ടുവരൂ. സാർ. ഇവർ കുറ്റമേറ്റില്ലെങ്കിൽ ഞാൻ SI ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബസ്റ്റാർഡ്സ്. അതിൻ്റെ പ്രയോഗത്തെപ്പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്ന ദേവൻ്റെയും വിജയൻ്റെയും കണ്ണിൽ ഇരുൾ നിറയുകയായിരുന്നു. കഥ തുടരും.